ഹായ്, എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും കോമ്പറ്റേറ്റീവ് ക്രാക്കറിൻ്റെ ജനറൽ PSC ചാനലിലേക്ക് സ്വാഗതം. ഞാൻ സഞ്ജയ്. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ 10th പ്രിലിംസ് അതേപോലെ തന്നെ LGS ബേസ് ചെയ്തുള്ള ഒരു 1 അവറിൻ്റെ ഒരു സെക്ഷൻസ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് നല്ല റെസ്പോൺസ് ലഭിച്ചുകൊണ്ട് അതിൻ്റെ പാർട്ട് 2 ആണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. ഇതും എന്താണ്, ഒരു ലോങ് ആയിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ എന്ത് ചെയ്യുക, ക്ലാസ് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് നമ്മുടെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൻ്റെ ലേണിംഗ് ആപ്പ് അത് പ്ലേ സ്റ്റോർ വഴിയും അതേപോലെ തന്നെ ആപ്പ് സ്റ്റോർ വഴിയും നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. പ്ലേ സ്റ്റോറിൽ കോമ്പറ്റേറ്റീവ് ക്രാക്കർ എന്ന് സെർച്ച് ചെയ്യുക, ആപ്പ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. നിങ്ങൾക്ക് ആപ്പിലൂടെ ഫ്രീ ആയിട്ടുള്ള കണ്ടന്റുകൾ, മോക്ക് ടെസ്റ്റുകൾ, ഡെയിലി കറണ്ട് അഫേഴ്സുകളെല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. സോ ആപ്പ് എന്ത് ചെയ്യുക, നിങ്ങൾ ഡൗൺലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. സോ നമ്മൾ നേരെ ക്ലാസ്സിലേക്ക് കിടക്കുകയാണ്, സമയം കളയുന്നില്ല. നമ്മുടെ ഒന്നാമത്തെ ചോദ്യം എന്താണ്? സോപ്പ് ജലത്തിൽ ലയിക്കുമ്പോൾ ജലത്തിന്റെ പ്രതലബലത്തിന് എന്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. അപ്പൊ എന്താണ് പ്രതലബലം എന്ന് മനസ്സിലാക്കുക. അതായത് ജലത്തിന്റെ ഉപരിതലം ഒരു പാട പോലെ വലിഞ്ഞു നിൽക്കും. ജലോപരിതലം ഒരു പാട പോലെ വലിഞ്ഞു നിൽക്കുന്നതിനെയാണ് നമ്മൾ പ്രതലബലം അല്ലെങ്കിൽ സർഫസ് ടെൻഷൻ എന്ന് പറയുന്നത്, അല്ലെ? പ്രതലബലം അല്ലെങ്കിൽ സർഫസ് ടെൻഷൻ എന്ന് പറയുന്നത്. ആ പ്രതലബലത്തിന് കാരണം ജലത്തിലുള്ള മുകളിലുള്ള ഈ പറയുന്ന തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലമാണ്. മുകളിലുള്ള ഒരേ ഇനം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലമാണ്. അത്തരത്തില് ഒരേ ഇനം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലത്തെയാണ് നമ്മൾ കൊഹിഷൻ ബലം എന്ന് പറയുന്നത്. അപ്പോൾ വ്യത്യസ്ത ഇനം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലം എന്താണ്? ഒരേ ഇനം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലം കൊഹിഷൻ ബലമാണ്, അല്ലേ? വ്യത്യസ്ത ഇനം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലം അഡ്ഹീഷൻ ബലമാണ്. ഇവിടെ കൊഹിഷൻ ബലം മൂലമാണ് എന്തുണ്ടാവുന്നത്? പ്രതലബലം ഉണ്ടാവുന്നത്. ഇനി ഈ പ്രതലബലത്തെ ഏതെല്ലാം രീതിയിലൂടെ പ്രതലബലം കുറയ്ക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ജലം ചൂടാക്കിയാലും സോപ്പ് ലായനി ചേർത്താലും, ഏതൊക്കെ രീതിയിലൂടെയാണ്? ജലം ചൂടാക്കിയാലും സോപ്പ് ലായനി ചേർത്താലും നമുക്ക് എന്ത് ചെയ്യാം? ഈ ജലത്തിന്റെ പ്രതലബലം കുറയ്ക്കാനായിട്ട് സാധിക്കുമെന്ന് മനസ്സിലാക്കുക. നമ്മുടെ ചോദ്യം ചോദിച്ചിരിക്കുന്നത് സോപ്പ് ലായനി ജലത്തിൽ ലയിക്കുമ്പോൾ ജലത്തിന്റെ പ്രതലബലത്തിന് എന്ത് മാറ്റമാണ് സംഭവിക്കുന്നതെന്നാണ്. കൂടുകയില്ല, മാറ്റം സംഭവിക്കുന്നില്ല, തെറ്റാണ്. ആദ്യം കൂടുന്നു പിന്നെ കുറയുന്നു, തെറ്റാണ്. എന്ത് ചെയ്യുന്നു? ജലത്തിന്റെ പ്രതലബലം കുറയുന്നു, അല്ലെ? ജലം ചൂടാക്കിയാലും സോപ്പ് ലായനി ചേർത്താലും പ്രതലബലം എന്ത് ചെയ്യുന്നു? കുറയുന്നു. അതേപോലെ തന്നെ ഈ പറയുന്ന ജലത്തിന്റെ ഗോളാകൃതിക്ക് കാരണമായിട്ടുള്ള ബലം ഏതാണെന്ന് ചോദിച്ചാലും എന്താണ്? നമ്മുടെ പ്രതലബലമാണ് എന്ന് മനസ്സിലാക്കുക. ക്ലിയർ ആണല്ലോ? രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. അടുത്തൊരു ചോദ്യം, ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവ് എന്താണ്? വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യം. ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയാം? ദ്രവ്യത്തിന്റെ അളവിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പിണ്ഡം എന്ന് പറയുന്നത്. അല്ലെ? ഭാരം എന്ന് പറയുന്ന ആ വസ്തുവിൽ ചെലുത്തുന്ന ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഭാരം എന്ന് പറയുന്നത്. അപ്പൊ ഭാരമല്ല, ആകർഷണബലമല്ല, ഭൂഗുരുത്വമല്ല, ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പിണ്ഡം അല്ലെങ്കിൽ മാസ് എന്ന് പറയുന്നത് മനസ്സിലാക്കുക. എന്താണ് പിണ്ഡം അല്ലെങ്കിൽ മാസ് എന്ന് പറയുന്നതെന്ന് മനസ്സിലാക്കുക. അടുത്ത ചോദ്യം, സൂര്യനിൽ നിന്നും പ്രകാശം ഭൂമിയിൽ എത്താൻ വേണ്ട സമയം പലപ്പോഴും ചോദിക്കാറുള്ളതാണ്. പഠിച്ചു വെച്ചോളുക, സൂര്യനിൽ നിന്ന് സൂര്യപ്രകാശം ഭൂമിയിൽ എത്താൻ ആവശ്യമായിട്ടുള്ള സമയം എന്ന് പറയുന്നത് അത് 8.2 മിനിറ്റ് ആണ്. അതായത് സെക്കൻഡിൽ പറയുമ്പോൾ 8 മിനിറ്റ് എന്ന് പറയുമ്പോൾ 8 × 6 48, അതായത് 480 + 20 സെക്കൻഡ്, അതായത് 500 സെക്കൻഡ് ആണ്. അങ്ങനെ ഞാൻ പഠിച്ചു വെച്ചോളൂ കേട്ടോ. 500 സെക്കൻഡ് അല്ലെങ്കിൽ 8 മിനിറ്റും 20 സെക്കൻഡുമാണ്. 8 മിനിറ്റും 20 സെക്കൻഡുമാണ് എന്ന് മനസ്സിലാക്കി വെച്ചോളുക. അപ്പോൾ പഠിച്ചു വെച്ചോളുക, ചോദിച്ച ചോദ്യമാണ്. നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്ന എല്ലാം PYQs ആണ്. അപ്പോൾ സൂര്യനിൽ നിന്ന് പ്രകാശം ഭൂമിയിൽ എത്താൻ വേണ്ട സമയം എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 8 മിനിറ്റും 20 സെക്കൻഡുമാണ്, അല്ലെങ്കിൽ 500 സെക്കൻഡ് ആണ് എന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കുക. 500 സെക്കൻഡ് ആണെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കുക. അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, ന്യൂട്ടൺ എന്നത് എന്തളക്കാനുള്ള ഏകകമാണ്? ന്യൂട്ടൺ എന്ന് പറയുന്നത് എന്തളക്കാനുള്ള ഏകകമാണ്? നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക, മർദ്ദം, അല്ലെ? മർദ്ദം എന്ന് പറയുന്നത് ഒരു യൂണിറ്റ് ഏരിയയിൽ ഈ പറയുന്ന എയർ ചുലത്തുന്ന ഫോഴ്സിനെയാണ് നമ്മൾ മർദ്ദം എന്ന് പറയുന്നത്. മർദ്ദത്തിന്റെ യൂണിറ്റ് പാസ്കൽ ആണ്, നമുക്കറിയാം. അപ്പൊ അതല്ല.
താപം എന്ന് പറയുന്നത് താപത്തിന്റെ യൂണിറ്റ് ജൂൾ ആണെന്ന് നമുക്കറിയാം, അപ്പൊ അതുമല്ല. വൈദ്യുതിയുടെ യൂണിറ്റ് ആംബിയർ ആണെന്ന് നമുക്കറിയാം, അപ്പൊ അതുമല്ല. ബലത്തിന്റെ യൂണിറ്റ് ആണ് എന്തെന്ന് പറയുന്നത്? ന്യൂട്ടൺ എന്ന് പറയുന്നത്. ബലത്തിന്റെ യൂണിറ്റ് ആണ് എന്തെന്ന് പറയുന്നത്? ന്യൂട്ടൺ എന്ന് പറയുന്നത്. ചോദിച്ചിരിക്കുന്നത് ന്യൂട്ടൺ എന്തിന്റെ യൂണിറ്റ് ആണ് എന്നുള്ളതാണ്. ന്യൂട്ടൺ എന്ന് പറയുന്നത് ബലത്തിന്റെ യൂണിറ്റ് ആണ്. എന്തിന്റെ യൂണിറ്റ് ആണ്? ബലത്തിന്റെ യൂണിറ്റ് ആണ്. അടുത്തൊരു ചോദ്യത്തിലേക്ക് കിടക്കാം. എന്താണ്? പ്രപഞ്ചത്തിലെ ദ്രവ്യം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന അവസ്ഥ അല്ലെ? തെറ്റിക്കരുത്. പ്രപഞ്ചത്തിലെ ദ്രവ്യം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന അവസ്ഥ ഏതാണെന്നാണ്. അത് പഠിക്കാനായിട്ടൊരു കോഡ് പറയാം. ഇതാണ് കോഡ്. BO BO PH PH AN. BO PH AN. BO PH AN. അതായത് ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചോളുക. ഭൗമോപരിതലം എന്ന് പറയുമ്പോൾ ഭൂമിയുടെ ഉപരിതലം. ഭൂമിയുടെ ഉപരിതലത്തിൽ ഏറ്റവും കൂടുതലുള്ള വാതകം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഓക്സിജനാണ്. അതേപോലെ ഹ്യൂമൻ ബോഡിയിൽ ഏറ്റവും കൂടുതലുള്ള വാതകം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓക്സിജനാണ്. രണ്ട് രീതിയിൽ പറയാം. BO എന്ന് പറയുമ്പോൾ ഭൗമോപരിതലത്തിൽ ഓക്സിജനാണ്, അതേപോലെ തന്നെ ഹ്യൂമൻ ബോഡിയിലും ഏറ്റവും കൂടുതലുള്ളത് ഓക്സിജനാണ്. ഇനി PH വരുമ്പോൾ പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ള വാതകം എന്ന് പറയുന്നത് ഈ പറയുന്ന ഹൈഡ്രജനാണ്. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ളത് ഹൈഡ്രജനാണ് അല്ലെ? പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ ഹൈഡ്രജനാണ്. അതേപോലെ AN അറ്റ്മോസ്ഫിയറിലേക്ക് വരുമ്പോൾ അറ്റ്മോസ്ഫിയറിൽ ഏറ്റവും കൂടുതലുള്ള ആരാണ്? നൈട്രജനാണ്. അറ്റ്മോസ്ഫിയറിൽ ഏറ്റവും കൂടുതലുള്ള നൈട്രജൻ. അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ളത് നൈട്രജൻ ആണ്. അറ്റ്മോസ്ഫിയറിൽ ഏറ്റവും കൂടുതലുള്ള നൈട്രജൻ ആണ്. അതേപോലെ തന്നെ ഈ ഒരു കോഡൂടെ പഠിച്ചു വെച്ചോളുക. എന്താണ്? നോ AC. അതായത് നമ്മുടെ ഭൗമോപരിതലത്തിലെ ഏറ്റവും അല്ലെ നമ്മുടെ അന്തരീക്ഷത്തിലെ ഏറ്റവും കൂടുതലുള്ള വാതകം നൈട്രജൻ ആണ്. ഏറ്റവും കൂടുതലുള്ള വാതകം നൈട്രജൻ ആണ്. ഏകദേശം 78.08% നൈട്രജൻ ഉണ്ട്. നമ്മുടെ അന്തരീക്ഷത്തിലെ ഏറ്റവും കൂടുതലുള്ള രണ്ടാമത്തെ വാതകം എന്ന് പറയുന്നത് ഓക്സിജൻ ആണ്. ഓക്സിജൻ എന്ന് പറയുന്നത് ഏകദേശം 21% ഓക്സിജൻ ഉള്ളത്. ഏകദേശം മൂന്നാമത്തെ വാതകം എന്ന് പറയുന്ന ആർഗൺ ആണ്. നാലാമത്തെ വാതകം എന്ന് പറയുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. അപ്പോൾ ആ ഒരു ഫാക്റ്റുകൾ വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾ പഠിക്കാനായിട്ട് ശ്രമിക്കുക. സോ നമ്മുടെ ചോദ്യത്തിലേക്ക് വരാം. പ്രപഞ്ചത്തിലെ ദ്രവ്യം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന അവസ്ഥ ഏതാണ് എന്നുള്ളതാണ്. മറന്നു പോകേണ്ട, അത് പ്ലാസ്മയാണ്. ഓക്കെ അല്ലേ? ശരി, അടുത്ത ചോദ്യം. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട കോഡുകൾ പഠിച്ചുകൊള്ളുക. എന്താണ്? BO PH AN ബൊപ്പൻ അല്ലെ? അതേപോലെ തന്നെ നോ AC അറ്റ്മോസ്ഫിയറിൽ ഏറ്റവും കൂടുതലുള്ളത് നൈട്രജൻ, രണ്ടാമത് ഓക്സിജൻ, മൂന്നാമത് ആർഗൺ, നാലാമത് കാർബൺ ഡൈ ഓക്സൈഡ്. അതേപോലെ തന്നെ ഹരിതഗൃഹ പ്രവാഹം അല്ലെങ്കിൽ ഗ്രീൻ ഹൗസ് എഫക്റ്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വാതകം എന്ന് പറയുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് കൂടിയാണ് എന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കുക. ഓക്കെ, അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഊർജ്ജം അളക്കുന്നതിനുള്ള യൂണിറ്റ് ആൻഡ് മെഷർമെന്റ്സ് വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയ ആണ്. വിട്ടുകളയരുത്, പഠിച്ചോളുക. ഊർജ്ജത്തിന്റെ യൂണിറ്റ് എന്താണ്? നമ്മൾ പഠിച്ചു. ന്യൂട്ടൺ ബലമാണ്, കളയാം. ഡെസിബൽ എന്ന് പറയുന്ന ശബ്ദമാണ്. ആംബിയർ എന്ന് പറയുന്നത് എന്തുമായിട്ട് ബന്ധപ്പെട്ടാണ്? കറണ്ടുമായിട്ട് ബന്ധപ്പെട്ടാണ് അല്ലെ? ഇലക്ട്രിസിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഊർജ്ജത്തിന്റെ യൂണിറ്റ് ആണ് എന്തെന്ന് പറയുന്നത്? ജൂൾ അല്ലെ? ഊർജ്ജത്തിന്റെ യൂണിറ്റ് ആണ് ജൂൾ എന്ന് പറയുന്നത്. അതുപോലെ പഠിച്ചു വെച്ചോളുക. പവറിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് വാട്ടാണ്. വാട്ട്. പക്ഷേ പവറിന്റെ യൂണിറ്റ് വാട്ടാണ്. പക്ഷേ ലെൻസിന്റെ പവറിന്റെ യൂണിറ്റ് അത് ഡയോപ്റ്റർ ആണ്. പവറിന്റെ യൂണിറ്റ് വാട്ടാണ്, പക്ഷെ ലെൻസിന്റെ പവറിന്റെ യൂണിറ്റ് അത് ഡയോപ്റ്റർ ആണ്. അത് പലവട്ടം PSC മറിച്ചും ചോദിച്ചതാണ്. പവറിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് വാട്ടാണ്, ലെൻസിന്റെ പവറിന്റെ യൂണിറ്റ് ഡയോപ്റ്റർ ആണ്. ക്ലിയർ ആണല്ലോ? ഓക്കെ, ശരി. പരസ്പരം സ്പർശിച്ചു നിൽക്കുന്ന രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള ആപേക്ഷിക ചലനത്തെ പ്രതിരോധിക്കുന്ന ബലമാണ് ചോദിച്ചിരിക്കുന്നത്. ചോദ്യം എന്താണ്? പരസ്പരം സ്പർശിച്ചു നിൽക്കുന്ന രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള ആപേക്ഷിക ചലനത്തെ പ്രതിരോധിക്കുന്ന ബലം എന്താണ്? പ്രതല ബലമാണോ? നമ്മൾ പഠിച്ചു. പ്രതല ബലമല്ല. കാന്തിക ബലമാണോ? കാന്തിക ബലവും അല്ല അല്ലേ? രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള ആപേക്ഷിക ചലനത്തെ പ്രതിരോധിക്കുന്ന ബലമാണ് അല്ലേ? ആപേക്ഷിക ചലനത്തെ പ്രതിരോധിക്കുന്ന ബലത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഘർഷണ ബലം എന്ന് പറയുന്നത്. ഘർഷണ ബലം. ഈ വിസ്കസ് ബലവും പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. വിസ്കസ് ബലം എന്ന് പറയുന്നത് ചലിച്ചുകൊണ്ടിരിക്കുന്ന ദ്രാവക പാളികൾക്കിടയിൽ അനുഭവപ്പെടുന്ന ഘർഷണ ബലം, ഫ്രിക്ഷണൽ ഫോഴ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് വിസ്കസ് ബലം എന്ന് പറയുന്നത്. ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക അല്ലേ? ഈ ചലനത്തെ എതിർക്കുന്ന ബലമാണ് ഘർഷണ ബലം. എന്നാൽ ചലിച്ചുകൊണ്ടിരിക്കുന്ന ദ്രാവക പാളികൾക്കിടയിൽ അനുഭവപ്പെടുന്ന ഫ്രിക്ഷണൽ ഫോഴ്സ് അല്ലെങ്കിൽ ഘർഷണ ബലത്തെ വിളിക്കുന്ന പേരാണ് വിസ്കസ് ബലം. ഓക്കെ ആണല്ലോ? അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. എന്താണ്?
പാരമ്പര്യ ഊർജ്ജ സ്രോതസ് ഏതാണ്? ഇത് പലപ്പോഴും LGS അല്ലെങ്കിൽ 10th പ്രിലിംസ് ബേസ് ചെയ്ത് വരുന്ന ഒരു ചോദ്യമാണ്. പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സും പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സും. പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സും പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സും. നിങ്ങൾ ഇങ്ങനെ പഠിച്ചാൽ മതി. പാരമ്പര്യമായിട്ട് നമുക്ക് എന്ത് കിട്ടിയാലും തീർത്ത് കളയും. നമ്മൾ ദൂർത്തടിച്ച് തീർത്ത് കളയും അല്ലേ? അത് നമ്മുടെ ഒരു ഹോബി ആണല്ലോ അല്ലേ? നമ്മുടെ ഒരു നേച്ചർ ആണല്ലോ. അപ്പോൾ പാരമ്പര്യമായിട്ട് നമുക്ക് എന്ത് കിട്ടിയാലും നമ്മളത് നശിപ്പിച്ച് തീർത്ത് കൈ കൊടുക്കും. നമ്മളത് തീർത്ത് കളയും. പാരമ്പര്യമായിട്ട് നമുക്ക് എന്ത് കിട്ടിയാലും നമ്മളത് തീർത്ത് കളയും. പത്രത്തിൽ തീർന്നു പോകുന്ന ഊർജ്ജ സ്രോതസ്സുകളെ വിളിക്കുന്ന പേരാണ് പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സുകൾ. അപ്പോൾ പാരമ്പര്യേതരം എന്ന് പറയുന്നത് തീർന്നു പോകാത്തത്. പാരമ്പര്യമായിട്ട് നമുക്ക് എന്ത് കിട്ടിയാലും നമ്മൾ തീർത്ത് കളയും. സോ തീർന്നു പോകുന്ന ഊർജ്ജ സ്രോതസ്സുകളാണ് പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സുകൾ. തീർന്നു പോകാത്തത് പാരമ്പര്യേതരം അല്ലേ? ഇപ്പൊ ചോദിച്ചിരിക്കുന്ന പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സാണ്, അതായത് തീർന്നു പോകുന്ന ഊർജ്ജ സ്രോതസ്സാണ്. സൗരോർജ്ജം തീരുമോ? ഇല്ല. കാറ്റിൽ നിന്നുള്ള ഊർജ്ജം തീരുമോ? ഇല്ല. തിരമാലയിൽ നിന്നുള്ള ഊർജ്ജം തീരുമോ? ഇല്ല. പക്ഷെ LPG തീരും അല്ലെ? ഈ പ്രാവശ്യം ഇല്ല, ഈ കഴിഞ്ഞ സമയങ്ങളിൽ LPG ആയിട്ട് ബന്ധപ്പെട്ട് പല പ്രശ്നങ്ങളും നടന്നിട്ടുണ്ടായിരുന്നു അല്ലെ? ഹോട്ടലിൽ ആഹാരം പോലും വയ്ക്കാനായിട്ടുള്ള ഒരു സാധ്യത ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് തീർന്നുകൊണ്ടല്ല LPG. ഇപ്പം LPG തീരും. അതുകൊണ്ട് പാരമ്പര്യ ഊർജ്ജ സ്രോതസ് എന്ന് പറയുന്നത് LPG ആണ്. ബാക്കിയെല്ലാം തീരത്തില്ല. അതുകൊണ്ട് അതെല്ലാം പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സാണ്. വ്യക്തമായിട്ട് മനസ്സിലാക്കുക. ചോദ്യം ചോദിക്കുന്നതാണ്. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം. അടുത്തത് ദോലനത്തിന് ഉദാഹരണം എന്താണ്? അപ്പൊ എന്താണ് ദോലനം എന്ന് മനസ്സിലാക്കുക അല്ലെ? ഒരൊറ്റ ബിന്ദുവിനെ ആസ്പദമാക്കി വസ്തുവിന്റെ മുന്നോട്ടും പിന്നോട്ടുമുള്ള ചലനത്തെയാണ് നമ്മൾ ദോലനം എന്ന് പറയുന്നത് അല്ലെ? ഇതാണ് സംഭവം അല്ലെ? ഒരു ബിന്ദുവിനെ ആസ്പദമാക്കി മുന്നോട്ടും പിന്നോട്ടുമുള്ള ചലനമാണ് ദോലനം. ദോലനത്തിന് ഉദാഹരണമാണ് ചോദിച്ചിരിക്കുന്നത്. ഊഞ്ഞാലിന്റെ ചലനം ആണല്ലോ. അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലേ പോകുന്നു ഊഞ്ഞാല്? അപ്പൊ അത് കറക്റ്റാണ്. ഭൂമി സൂര്യനും തിരിയുന്നത് ആണോ? ദോലനമാണോ? അതായത് ഭൂമി സൂര്യന് ചുറ്റും തിരിയുന്നത് നമ്മൾ പരിക്രമണം എന്നാണ് പറയുന്നത് അല്ലെ? പരിക്രമണമാണ്. അപ്പൊ അത് തെറ്റാണ്. ചക്രം തിരിയുന്ന ദോലനമാണോ? ഇങ്ങനെ തിരിയുന്ന ദോലനമാണോ? അല്ല. അപ്പൊ അതും തെറ്റാണ്. ലിഫ്റ്റ് ഉയർന്നതും താഴ്ന്നതും അല്ലെ? ലീനിയർ മോഷൻ എന്നൊക്കെ പറയാം. അപ്പൊ അതും തെറ്റാണ്. ചോദിച്ചിരിക്കുന്ന ദോലനത്തിന് ഉദാഹരണമാണ്. ആൻസർ ഓപ്ഷൻ എ ആണ്. കണ്ടോ? വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങളല്ലേ? ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈസി ആയിട്ട് സ്കോർ ചെയ്യാവുന്നേ ഉള്ളൂ. അടുത്ത ചോദ്യം നോക്കിക്കൊള്ളുക. എന്താ? ചോദ്യം ചോദിച്ചോളുക. ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിന്റെ പ്രവേഗം ഇരട്ടിയായിട്ട് വർദ്ധിപ്പിച്ചാൽ അതിന്റെ ഗതികോർജ്ജത്തിന് എന്ത് മാറ്റം സംഭവിക്കുന്നു? അപ്പൊ നമ്മൾ പഠിക്കുകയാണ്. ഈ സ്ഥിതികോർജ്ജവും ഗതികോർജ്ജവും നമ്മൾ പഠിച്ചാണ്. ഗതികോർജ്ജവും സ്ഥിതികോർജ്ജം എന്ന് പറയുമ്പോൾ ഒരു വസ്തുവിന്റെ സ്ഥാനം മൂലമോ ഉയരം മൂലമോ അല്ലെങ്കിൽ സ്ട്രെയിൻ മൂലമോ ലഭ്യമാകുന്ന ഊർജ്ജമാണ് സ്ഥിതികോർജ്ജം. ഗതികോർജ്ജം എന്ന് പറയുന്നത് ഒരു വസ്തുവിന്റെ ചലനം മൂലം ലഭ്യമാകുന്ന ഊർജ്ജമാണ് ഗതികോർജ്ജം എന്ന് പറയുന്നത് അല്ലെ? അല്ലെങ്കിൽ കൈനറ്റിക് എനർജി. ആ കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് K എന്നത് പറയുന്നത് ½ mv² ആണ്. KE എന്ന് പറയുന്നത് കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ½ mv² ആണ് അല്ലെ? M എന്ന് പറയുന്ന മാസാണ്, B എന്ന് പറയുന്ന വെലോസിറ്റി അല്ലെങ്കിൽ പ്രവേഗമാണ്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് പ്രവേഗം ഇരട്ടിയായി വർദ്ധിപ്പിച്ചാൽ അതിന്റെ ഗതികോർജ്ജത്തിന് എന്ത് മാറ്റം സംഭവിക്കും? അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇപ്പൊ പ്രവേഗം എന്ന് പറയുന്ന ഒന്നാണ്. ഒന്നിന്റെ ഇരട്ടി നിങ്ങൾ രണ്ടെടുത്തു എന്ന് ഓർത്തോളുക. പ്രവേഗം എന്ന് പറയുന്നത് ഇരട്ടിയാക്കി. ഒന്നിന്റെ ഇരട്ടിയായിട്ടുള്ള രണ്ടെടുത്തു. രണ്ടെടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ 2ന്റെ സ്ക്വയർ എടുക്കുക എന്നാണ്. 2ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് എത്രയാണ്? 4 അല്ലേ? ഇപ്പം അതായത് പ്രവേഗം രണ്ടിരട്ടിയായി. ഇപ്പൊ നേരത്തെ തന്നെ 2. ഇപ്പൊ ഒന്നാണെങ്കിൽ ഒന്നിന്റെ ഇരട്ടിയായിട്ടുള്ള 2 ആക്കി അല്ലേ? 2ന്റെ സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ ഏകദേശം 4 മടങ്ങായിരിക്കും കൈനറ്റിക് എനർജി. അത് തന്നെ ചോദിച്ചിരിക്കുന്നത്. എന്താണ്? 2 ഇരട്ടിയാകുമോ? ഇല്ല. 0 ആവില്ല. മാറ്റം സംഭവിക്കില്ല. 4 ഇരട്ടിയാകും. ഇപ്പൊ ചോദ്യം ഒന്ന് മാറ്റി പിടിക്കുകയാണ്. പ്രവേഗം 3 ഇരട്ടിയാക്കിയാലോ? 3 ഇരട്ടിയാന്ന് വെച്ച് കഴിഞ്ഞാൽ 3ന്റെ സ്ക്വയർ എടുക്കാം. 3ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 9 മടങ്ങാകും അല്ലേ? 9 ഇരട്ടിയാവും അല്ലെ? 9 ഇരട്ടിയാവും. ഈ 4 ആണെങ്കിൽ 4ന്റെ സ്ക്വയർ എടുക്കാം. 16 ആവും. അപ്പൊ അതൊന്ന് മനസ്സിലാക്കി എടുത്താൽ മതി. പലപ്പോഴും ചോദിക്കാറുണ്ട്. ഇവിടെ ചോദിച്ചിരിക്കുന്ന പ്രവേഗം ഇരട്ടിയാക്കിയാലെന്നാണ്. ഇരട്ടിയാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രവേഗത്തിന്റെ സ്ക്വയർ എടുക്കുക. 2ന്റെ സ്ക്വയർ 4 മടങ്ങാകും അല്ലെങ്കിൽ 4 ഇരട്ടിയാകും. ആൻസർ അത്രേ ഉള്ളൂ. വളരെ സിമ്പിളാണ് അല്ലേ? അടുത്ത ചോദ്യം. ഓക്കെ, അടുത്ത ചോദ്യം. ദർപ്പണത്തിൽ പതിക്കുന്ന രശ്മിയുടെ പതനകോൺ 60 ആണ് എങ്കിൽ പ്രതിപതന കോൺ എത്രയാണ്? നമ്മൾ ഈ പറയുന്ന കാര്യം നമ്മൾ വളരെ ക്ലിയർ ആയിട്ട് പഠിച്ചതാണ്. ഒരു ദർപ്പണത്തെ സംഭവിച്ച്
വരുന്ന രശ്മിയാണ് പതനരശ്മി, തിരിച്ചു പോകുന്നത് പ്രതിപതന രശ്മി അല്ലെ. പതനരശ്മി പ്രതിപതന രശ്മി, ഇതാണ് ലംബകം എന്ന് പറയുന്നത്. ഈ പതനരശ്മിക്കും ലംബകത്തിനും ഇടയിലാണ് പതനകോണം എന്ന് പറയുന്നത്. ആ പതനകോൺ 60 ആണ് എങ്കിൽ പ്രതിപതന കോണും എത്രയായിരിക്കും? 60 ആയിരിക്കും. പതനകോൺ 30 ആണ് എങ്കിൽ പ്രതിപതന കോണും 30 ആയിരിക്കും. പതനകോൺ 40 ആണ് എങ്കിൽ പ്രതിപതന കോണും 40 ആയിരിക്കും അല്ലെ. അപ്പൊ പതനകോൺ ഇവിടെ 60 ആണ്. ദർപ്പണത്തിൽ പതനകോൺ 60 ആണ് എങ്കിൽ പ്രതിപതന കോണും എത്രയായിരിക്കും? 60 ആയിരിക്കും. ചോദിച്ചതാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള കൺസെപ്റ്റ് അല്ലേ. അടുത്തത്, മഴത്തുള്ളിയുടെ ഗോളാകൃതിക്ക് കാരണമായിട്ടുള്ള ബലം. ഞാൻ ഫസ്റ്റ് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഏറ്റവും ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മഴത്തുള്ളിയുടെ ഗോളാകൃതിക്ക് കാരണം ഗുരുത്വാകർഷണമല്ല, ഹർഷണമല്ല, വിസ്കസ് ബലമല്ല, പ്രതല ബലമാണ് അല്ലെ. പ്രതല ബലമാണ്. അപ്പൊ അതേപോലെ തന്നെ ഒരു വ്യത്യസ്തമായിട്ട് PSC ചോദിച്ചതാണ്, മുകളിൽ നിന്ന് വീഴുന്ന മഴത്തുള്ളിയുടെ അടിഭാഗം പരന്നിരിക്കാൻ കാരണം. മുകളിൽ നിന്ന് വീഴുന്ന മഴത്തുള്ളിയുടെ അടിഭാഗം പരന്നിരിക്കാൻ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വായുമർദ്ദമാണ്. അതെന്താണ്? വായുമർദ്ദമാണ്. ഇവിടെ ചോദിച്ചിരിക്കുന്ന മഴത്തുള്ളിയുടെ ഗോളാകൃതിക്ക് കാരണം എന്താണ്? പ്രതല ബലമാണ്. എന്നാൽ പരന്നിരിക്കാൻ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെന്താണ്? അത് വായുമർദ്ദമാണ് എന്ന് മനസ്സിലാക്കുക. ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യം എന്ന് പറയുന്നത് കൂട്ടത്തില് പെടാത്തത് ഏതാണ്? കൂട്ടത്തില് പെടാത്തത് ഏതാണ്? ഹർഷണബലം, പ്രതല ബലം, ഗുരുത്വാകർഷണ ബലം, ഇലാസ്റ്റിക് ബലം. ഇതിലേതാണ് കൂട്ടത്തിൽ പെടാത്തത്? ഹർഷണ ബലം എന്ന് പറയുന്നത് രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള സമ്പർക്കം മൂലം ഉണ്ടാകുന്ന ബലമാണ് അല്ലെ. പ്രതല ബലവും സമ്പർക്ക ബലം മൂലം ഉണ്ടാകുന്നതാണ് അല്ലെ. ഈ പറയുന്ന ജലകണികൾക്ക് തമ്മിലുള്ള സമ്പർക്കമാണ്. ഇലാസ്റ്റിക് ബലവും സമ്പർക്കം മൂലം ഉണ്ടാകുന്നതാണ്. പക്ഷെ ഗുരുത്വാകർഷണ ബലം എന്ന് പറയുന്ന രണ്ട് വസ്തുക്കൾ സമ്പർക്കം വേണോ? ഈ ഒരു സാധനം താഴേക്ക് വീഴുന്നു, ഈ ഒരു സാധനവും ഭൂമിയും തമ്മിൽ എന്തെങ്കിലും ഡയറക്റ്റ് കണക്ഷൻ ഉണ്ടോ? ഇല്ല. പത്രത്തിൽ സമ്പർക്കം മൂലം ഉണ്ടാകുന്ന ബലത്തെ സമ്പർക്ക ബലമെന്നും, രണ്ട് വസ്തുക്കൾ തമ്മിൽ സമ്പർക്കമില്ല എങ്കിൽ അതിനെ സമ്പർക്കരഹിത ബലം എന്നും വിളിക്കുന്നു. സോ ഹർഷണ ബലം സമ്പർക്ക ബലമാണ്, പ്രതല ബലം സമ്പർക്ക ബലമാണ്, ഗുരുത്വാകർഷണ ബലം സമ്പർക്ക ബലമല്ല, ഇലാസ്റ്റിക് ബലം സമ്പർക്ക ബലമാണ്. ഇതിലേതാണ് കൂട്ടത്തിൽ പെടാത്തതാണ്? അത് ഗുരുത്വാകർഷണ ബലമാണ്. അത് സമ്പർക്കരഹിത ബലമാണ്, അല്ലെങ്കിൽ നോൺ കോണ്ടാക്ട് ഫോഴ്സ് ആണ്. ഓക്കെ, സിമ്പിളായിട്ടുള്ള കൺസെപ്റ്റ് അല്ലേ. വളരെ സിമ്പിളാണ്. ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാം? മാർക്ക് വാങ്ങാവുന്നതേ ഉള്ളൂ. അടുത്തൊരു ചോദ്യം നോക്കിക്കൊള്ളുക. നല്ലൊരു ചോദ്യമാണ്. അതായത് വികിരണം വഴിയുള്ള താപപ്രേഷണവുമായിട്ട് ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് തിരഞ്ഞെടുക്കാം. വികിരണം വഴി നമുക്കറിയാം താപപ്രേഷണം പ്രധാനമായിട്ടും 3 എണ്ണമാണുള്ളത്. ചാലനമുണ്ട്, സംവഹനമുണ്ട്, വികിരണമുണ്ട്. ഏതൊക്കെയാണ്? ചാലനം, സംവഹനം, അതേപോലെ തന്നെ വികിരണം. ചാലനം, സംവഹനം, വികിരണം. ചാലനം എന്ന് പറയുന്നത് ഖരവസ്തുക്കളിൽ നടക്കുന്നതാണ്. സംവഹനം എന്ന് പറയുന്നത് ദ്രാവകം അതേപോലെ തന്നെ വാതകത്തിൽ നടക്കുന്ന താപപ്രസരണ രീതിയാണ്. വികിരണം എന്ന് പറയുന്നത് ഇതിന് എന്തിൻ്റെ ആവശ്യമില്ല? മാധ്യമത്തിൻ്റെ ആവശ്യമില്ല. അപ്പൊ താപപ്രസരണ രീതികൾ 3 എണ്ണമാണുള്ളത്. ചാലനം അത് ഖരവസ്തുക്കളിൽ നടക്കുന്നു, സംവഹനം ദ്രാവകത്തിലും വാതകത്തിലും നടക്കുന്നു, വികിരണം മാധ്യമത്തിന്റെ ആവശ്യമില്ല. അതായത് സൂര്യപ്രകാശം ഭൂമിയിലേക്ക് എത്തുന്നത് വികിരണം വഴിയാണ്. മാധ്യമത്തിന്റെ ആവശ്യമില്ലാതെ നടക്കുന്ന ഒരു താപപ്രസരണ രീതിയാണ്. ഇനി നോക്കിക്കൊള്ളുക, ഓരോ സ്റ്റേറ്റ്മെന്റ് നോക്കാം. തന്മാത്രകളുടെ യഥാർത്ഥത്തിലുള്ള സ്ഥാനമാറ്റം ഇല്ലാതെ താപം പ്രേഷണം ചെയ്യപ്പെടുന്നു. നമ്മൾ പറഞ്ഞു വികിരണമാണ് എങ്കിൽ അവിടെ മാധ്യമം വേണ്ട അല്ലെ. അപ്പൊ അതുകൊണ്ട് ഇത് തെറ്റാണ്. മാധ്യമമേ വേണ്ട അല്ലെ. മാധ്യമമേ നമുക്ക് എന്തിനു വേണ്ട? വികിരണത്തിന് വേണ്ട. തന്മാത്രകളുടെ യഥാർത്ഥ സ്ഥാനമാറ്റം മുഖേന താപപ്രേഷണം ചെയ്യപ്പെടുന്നു. തന്മാത്രകൾ വേണോ? അല്ലെങ്കിൽ പറയുന്ന മാധ്യമം വേണോ? വേണ്ട. മാധ്യമത്തിന്റെ സഹായമില്ലാതെ താപപ്രേഷണം ചെയ്യുന്നു. അതല്ലേ കറക്റ്റ്. വികിരണത്തിന് എന്തിന്റെ ആവശ്യമില്ല? മാധ്യമത്തിന്റെ ആവശ്യമില്ല. ഇതാണ് കറക്റ്റ്. ഓപ്ഷൻ 3 ആണ് കറക്റ്റ്. അപ്പൊ ഏതാണ്? ഓപ്ഷൻ 3 എന്ന് പറഞ്ഞ ഓപ്ഷൻ സി അല്ലേ കറക്റ്റ്. ഏതാ കറക്റ്റ്? താഴെ തന്നിരിക്കുന്ന ശരിയായ പ്രസ്താവനയാണ് ഓപ്ഷൻ സി. എന്ത്? പ്രസ്താവന 3 ആണ് ശരിയെന്ന് പറയുന്നത്. കണ്ടോ? അപ്പൊ അത് വളരെ ക്ലിയർ ആയിട്ട് പഠിച്ചോളുക. താപപ്രസരണ രീതികൾ പലപ്പോഴും ചോദിക്കാറുണ്ട്. താഴെ തന്നിരിക്കുന്നവയിൽ താപപ്രസരണ രീതി അല്ലാത്തത് ഏത്? ചാലനം, സംവഹനം, വികിരണം, ബാഷ്പീകരണം ഒക്കെ ചോദിക്കാറുണ്ട്. ബാഷ്പീകരണം താപപ്രസരണ രീതിയല്ല. ഇത് 3ആണ് താപപ്രസരണ രീതി. ഖരവസ്തുക്കളിൽ നടക്കുന്നത് ചാലനമാണ് അല്ലെ. ഖരവസ്തുക്കളിൽ നടക്കുമ്പോൾ അവിടെ എന്തില്ല? തന്മാത്രകളുടെ ചലനം നടക്കുന്നില്ല. ഇപ്പൊ ഖരം എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണല്ലോ തന്മാത്രകൾ ഇരിക്കുന്നത്, അടുത്തടുത്താണ്. അപ്പൊ അതുകൊണ്ട് തന്മാത്രകൾ പരസ്പരം ചലിക്കുന്നില്ല. അല്ല, അടുത്തടുത്തായതുകൊണ്ട് തന്മാത്രകൾ പരസ്പരം എന്ത് ചെയ്യുന്നില്ല? ചലിക്കുന്നില്ല.
പക്ഷേ ഈ പറയുന്ന സംവഹനത്തിന് തന്മാത്രകൾ ചലിക്കുന്നുണ്ട്. ദ്രാവകത്തിലും വാതകത്തിലും ആണല്ലോ, അപ്പോൾ തന്മാത്രകൾ എന്ത് ചെയ്യുന്നുണ്ട്? ചലിക്കുന്നുണ്ട്. അപ്പം അതിനെ ബേസ് ചെയ്ത് എന്ത് വരുന്നുണ്ട്? ചോദ്യങ്ങൾ വരുന്നുണ്ട്. വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഓക്കെ ആണല്ലോ? അടുത്തത് നമുക്ക് ഇനി എന്ത് ചെയ്യാം? ഇനി നമുക്ക് ബയോളജിയുടെ കഴിഞ്ഞു, അല്ല ഫിസിക്സിൻ്റെ ഒരു ചോദ്യം കൂടി ഉണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാം? ബയോളജിയിലേക്ക് കിടക്കാം. ചോദ്യം ഇതാണ്: പ്രകാശം അതിൻ്റെ ഘടകവർണ്ണങ്ങളായിട്ട് മാറുന്ന പ്രതിഭാസം ഏതാണ്? അല്ലേ, പ്രകാശം അതിൻ്റെ ഘടകവർണ്ണങ്ങളായിട്ടുള്ള വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ്. നമ്മൾ കേട്ടിട്ടുണ്ട് വിബ്ജിയോർ. വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ്. ഇതിൽ തന്നെ ഏറ്റവും കൂടുതൽ തരംഗദൈർഘ്യം കൂടിയത് റെഡിനും ഏറ്റവും കുറവ് തരംഗദൈർഘ്യം എന്ന് പറയുന്നത് വയലറ്റിനുമാണ്. പലപ്പോഴും ചോദിക്കാറുണ്ട് താഴെ തന്നിരിക്കുന്നവയിൽ തരംഗദൈർഘ്യം കൂടിയത് ഇത്. അപ്പോൾ ഈ ഒരു ഓർഡർ അറിഞ്ഞാൽ മതി. വിബ്ജിയോർ, വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ്. ഏറ്റവും കൂടുതൽ റെഡാണ്. റെഡ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഓറഞ്ച്, യെല്ലോ. അല്ല, ഇവിടുന്ന് മുകളിലോട്ട് പോകും തോറും തരംഗദൈർഘ്യം കുറഞ്ഞു വരുന്നു. തരംഗദൈർഘ്യം ഏറ്റവും കൂടുതൽ റെഡിനാണ്, ഏറ്റവും കുറവ് വയലറ്റിനാണ്. ഇപ്പോൾ ഒരു വട്ടം വന്നിട്ടുണ്ട്. ചുവടെ തന്നിരിക്കുന്നവയിൽ തരംഗദൈർഘ്യം കൂടിയത് ഏത്? ഇൻഡിഗോ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്. ഏതിനാണ് കൂടുതൽ? ഇൻഡിഗോ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്. ഓറഞ്ചിനാണ് കൂടുതൽ. അപ്പോൾ ഈ ഒരു ഓർഡർ അറിഞ്ഞിരിക്കണം കേട്ടോ. ശരി. പ്രകാശം അതിൻ്റെ ഘടകവർണ്ണങ്ങളായിട്ട് മാറുന്ന പ്രതിഭാസത്തെ വിളിക്കുന്ന പേരെന്താണ്? പ്രകാശം അതിൻ്റെ ഘടകവർണ്ണങ്ങളായിട്ടുള്ള വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ് ആയിട്ട് മാറുന്ന പ്രതിഭാസത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് പ്രകീർണനം എന്ന് വിളിക്കുന്നത്. പ്രകീർണനം. അതേപോലെ മഴവില്ലിൻ്റെ രൂപീകരണത്തിന് കാരണം എന്താണെന്ന് ചോദിച്ചാലും പ്രകീർണനമാണ്. മഴവില്ലുണ്ടാകാൻ കാരണം പ്രകീർണനമാണ്. പ്രകീർണനം പഠിച്ചു വെച്ചോളുക. മഴവില്ലുണ്ടാകാൻ കാരണം അല്ലെങ്കിൽ പ്രകാശം അതിൻ്റെ ഘടകവർണ്ണങ്ങളായിട്ട് മാറാൻ കാരണമെല്ലാം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പ്രകീർണനമാണ്. ഇനി എന്താ അപവർത്തനം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്ന് മറ്റൊരു മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ അതിൻ്റെ പാതയ്ക്കുണ്ടാകുന്ന വ്യതിയാനത്തെയാണ് അപവർത്തനം എന്ന് പറയുന്നത്. എക്സാമ്പിളുകൾ വളരെ ക്ലിയർ ആയിട്ട് പഠിച്ചോളുക. നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്നു. നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങാൻ കാരണം അപവർത്തനമാണ്. ജലാശയത്തിൻ്റെ ആഴം കുറഞ്ഞിരിക്കാൻ കാരണം അപവർത്തനമാണ്. അതേപോലെ തന്നെ എന്താണ്? ലെൻസുകൾ പ്രയോജനപ്പെടുത്തുന്ന പ്രധാനമായിട്ടും അപവർത്തനമാണ്. മരീചികയ്ക്ക് PSC അംഗീകരിച്ച ആൻസർ അപവർത്തനമാണ് കേട്ടോ. മരീചികയ്ക്ക് PSC പറഞ്ഞ ആൻസർ എന്താണ്? ഈ പറയുന്ന അപവർത്തനമാണ്. അപ്പോൾ അപവർത്തനത്തിന്റെ കൂടുതൽ എക്സാമ്പിളുകൾ പഠിച്ചോളുക. എന്താണ് അപവർത്തനം? പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്ന് മറ്റൊരു മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ അതിൻ്റെ പാതയ്ക്കുണ്ടാകുന്ന വ്യതിയാനമാണ് അപവർത്തനം. നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങാൻ കാരണം, ജലാശയത്തിൻ്റെ ആഴം കുറഞ്ഞിരിക്കാൻ കാരണം, ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് സ്പൂൺ ഇട്ടാൽ അത് ഒടിഞ്ഞതായിട്ട് തോന്നിക്കാൻ കാരണം, അല്ലേ? അതേപോലെ തന്നെ ലെൻസുകൾ പ്രയോജനപ്പെടുത്തുന്നത്, ഇതെല്ലാം എന്താണ്? അപവർത്തനമാണ്. വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. ഓക്കെ ആണല്ലോ? അടുത്തത് നമുക്ക് ബയോളജിയിലേക്ക് വരാം. ബയോളജിയുടെ ഒന്നാമത്തെ ചോദ്യം: ഇൻസുലിൻ ഉൽപാദനം നടക്കാത്തത് മൂലമോ ഉൽപ്പാദിപ്പിക്കപ്പെടാത്തത് മൂലമോ ഇൻസുലിൻ്റെ പ്രവർത്തിക്കാത്തത് മൂലമോ ഉണ്ടാകുന്ന രോഗാവസ്ഥ. ഇൻസുലിൻ പ്രവർത്തിക്കാത്തത് മൂലം സ്വാഭാവികമായിട്ടും പാൻക്രിയാസ് ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്യുന്ന ഒരു ഹോർമോണാണ് ഇൻസുലിൻ, അല്ലേ? നമ്മൾ എന്ത് ചെയ്യുന്നു? ഇൻസുലിൻ ഷുഗർ ലെവൽ കൂടിക്കഴിഞ്ഞാൽ കുറയ്ക്കാൻ സഹായിക്കുന്ന ഒരു ഹോർമോണാണ് ഇൻസുലിൻ, അല്ലേ? ഷുഗർ ലെവൽ കൂടിക്കഴിഞ്ഞാൽ കുറയ്ക്കാൻ സഹായിക്കുന്ന ഹോർമോണാണ് ഇൻസുലിൻ. ഈ പറയുന്ന ഇൻസുലിൻ പ്രവർത്തിക്കാത്തത് മൂലം ഉണ്ടാകുന്ന രോഗാവസ്ഥ ഏതാണ് എന്നുള്ളതാണ്. ആ ഇൻസുലിൻ പ്രവർത്തിക്കാത്തത് മൂലം ഉണ്ടാകുന്ന രോഗാവസ്ഥ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഡയബറ്റിക്സ് ഇൻസിപ്പിഡസ് ആണോ അതോ ഡയബറ്റിസ് മെലിറ്റസ് ആണോ? അത് വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. ഡയബറ്റിക് ഇൻസിപ്പിഡസും ഉണ്ട്, ഡയബറ്റിക്സ് മെലിറ്റസും ഉണ്ട്. ഇൻസുലിനുമായിട്ട് ബന്ധപ്പെട്ടാണ് ഡയബറ്റിസ് മെലിറ്റസ് എന്ന് പറയുന്നത്, അല്ലേ? അതായത് യൂറിനിലൂടെ ഗ്ലൂക്കോസ് അമിതമായിട്ട് നഷ്ടമാകുന്ന അവസ്ഥയാണ് ഡയബറ്റിസ് മെലിറ്റസ്. ഇനി വാസോപ്രസിൻ എന്ന് പറഞ്ഞ ഹോർമോണുമായിട്ട് ബന്ധപ്പെട്ട് യൂറിനിലൂടെ അല്ലെങ്കിൽ മൂത്രത്തിലൂടെ അമിതമായിട്ട് ജലം നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് ഡയബറ്റിസ് ഇൻസിപ്പിഡസ്. അപ്പോൾ നമ്മുടെ ചോദ്യത്തിന് ആൻസർ ഏതാണ്? ഡയബറ്റിസ് മെലിറ്റസ് ആണ്. യൂറിനിലൂടെ അമിതമായിട്ട് ജലം നഷ്ടമാകുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെ കുറിച്ച് വെക്കേണ്ട പോയിന്റാണ്. യൂറിനിലൂടെ അമിതമായിട്ട് ജലം നഷ്ടമാകുന്ന അവസ്ഥ ഡയബറ്റിസ് ഇൻസിപ്പിഡസ്. അക്രോമെഗാലി ഉണ്ട്, വാമനത്വം ഉണ്ട്. അത് ഗ്രോത്ത് ഹോർമോണുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഗ്രോത്ത് ഹോർമോണിൻ്റെ അളവ് കുറയുന്നത് മൂലം
വളർച്ച മുരടിക്കുന്നു. വളർച്ച മുരടിക്കുന്നതിനെ വിളിക്കുന്ന പേരാണ് വാമനത്വം. വാമനത്വം അല്ലെങ്കിൽ നമ്മൾ ദ്വാർഫിസം എന്ന് വിളിക്കും. ഇനി ഗ്രോത്ത് ഹോർമോൺ മുതിർന്നവരിൽ കൂടുന്നത് മൂലം അവരുടെ ഫിംഗേഴ്സ്, ജോ എന്നിവ മാത്രം വളരുന്നു. അതിനെ വിളിക്കുന്ന പേരാണ് അക്രോമെഗാലി. അപ്പം അതൊരു വട്ടം ചോദിച്ചിട്ടുണ്ട്. മുതിർന്നവരില് ഗ്രോത്ത് ഹോർമോൺ, വളർച്ചാ ഹോർമോൺ കൂടുന്നത് മൂലം ഉണ്ടാകുന്ന രോഗാവസ്ഥ ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അത് അക്രോമെഗാലിയാണ്. എന്താണ്? അക്രോമെഗാലിയാണ്. കിട്ടിയല്ലോ? വളരെ ക്ലിയർ ആയിട്ട് പഠിക്കുക. ഡയബറ്റിസ് മെലിറ്റസ് എന്ന് പറയുന്ന ഇൻസുലിനുമായിട്ട് ബന്ധപ്പെട്ടതാണ് അല്ലേ? യൂറിനിലൂടെ ഗ്ലൂക്കോസ് നഷ്ടമാകുന്ന അവസ്ഥയാണ്. ഡയബറ്റിസ് ഇൻസിപിഡസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെ മെലിറ്റസ് നമ്മൾ പറഞ്ഞു. ഡയബറ്റിസ് ഇൻസിപിഡസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂറിനിലൂടെ അമിതമായിട്ട് ജലം നഷ്ടമാകുന്ന അവസ്ഥയാണ്. അക്രോമെഗാലി നമ്മൾ പറഞ്ഞു, ഗ്രോത്ത് ഹോർമോൺ, വളർച്ചാ ഹോർമോൺ കൂടുന്നത് മൂലം, മുതിർന്നവരിൽ കൂടുന്നത് മൂലം ഫിംഗേഴ്സ്, ജോ എന്നിവ മാത്രം വളരുന്ന അവസ്ഥയാണ് അക്രോമെഗാലി. കുട്ടികളിൽ ഗ്രോത്ത് ഹോർമോൺ കുറയുന്ന മൂലം വളർച്ച മുരടിക്കുന്ന അവസ്ഥയാണ് വാമനത്വം. സെറ്റ് അല്ലേ? അടുത്ത ചോദ്യം നോക്കിക്കൊള്ളുക. കാൽസ്യത്തിന്റെ അപര്യാപ്തത ശരീരത്തിന്റെ ഏതെല്ലാം പ്രവർത്തനങ്ങളെ ബാധിക്കുന്നു? കാൽസ്യം കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു, രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന പ്രധാനപ്പെട്ട എലമെന്റ് ആണ് കാൽസ്യം. അപ്പൊ കാൽസ്യം കുറഞ്ഞു കഴിഞ്ഞാൽ രക്തം പിടിക്കലിനെ അത് ബാധിക്കും. അതേപോലെ തന്നെ പേശി പ്രവർത്തനങ്ങളെ ബാധിക്കും. എല്ലിന്റെയും പല്ലിന്റെയും ആരോഗ്യത്തിനെ ബാധിക്കും. സോ ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി ആണ്. മേൽ പറഞ്ഞവയെല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ട്. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന പ്രധാനപ്പെട്ട എലമെന്റ് ആണ് കാൽസ്യം. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ കെ ആണ്. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന എൻസൈം ത്രോംബോപ്ലാസ്റ്റ് എന്ന് പറയുന്ന എൻസൈമാണ്. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ, ഏതാ? പ്ലാസ്മ പ്രോട്ടീൻ. പഠിച്ചു വെച്ചോളുക. പ്ലാസ്മ പ്രോട്ടീൻ ഫൈബ്രിനോജൻ പലതവണ ചോദിച്ചിട്ടുണ്ട്. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഫൈബ്രിനോജൻ ആണ്. ഫൈബ്രിനോജൻ. സോ അത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണേ. ഫൈബ്രിനോജൻ ആണ്. പ്ലാസ്മ പ്രോട്ടീൻ ആണ്. അടുത്ത നമുക്ക് നോക്കാം എന്താണ്. ഈ ഒരു ചോദ്യം നോക്കിക്കൊള്ളുക. ശ്വസന പ്രവർത്തനങ്ങളിൽ നിശ്വാസ സമയത്ത് നടക്കുന്ന പ്രക്രിയകളിൽ ശരി ഏതാണെന്ന് കണ്ടെത്തുക. നിശ്വാസം എന്ന് പറയുന്നത്, ഉച്ഛ്വാസം എന്ന് പറയുന്നത് നമ്മൾ ഓക്സിജൻ ഉള്ളിലേക്ക് എടുക്കുന്ന പ്രവർത്തനമാണ്. നിശ്വാസം എന്ന് പറയുന്നത് ഓക്സിജൻ പുറന്തള്ളും. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ശ്വസന പ്രക്രിയയിൽ നിശ്വാസ സമയത്ത് നടക്കുന്ന പ്രക്രിയകളിൽ ശരി ഏതാണെന്ന് കണ്ടെത്തുക. നിശ്വാസം എന്ന് പറയുമ്പോൾ ഓക്സിജൻ പുറന്തള്ളുന്ന പ്രക്രിയയാണ്. അങ്ങനെ പുറന്തള്ളുമ്പോൾ നടക്കുന്ന കാര്യങ്ങൾ എന്താണ്? ശ്വാസകോശത്തിൽ നിന്ന് വായു പുറന്തള്ളപ്പെടുന്നു. കറക്റ്റ് അല്ലേ? പുറന്തള്ളുമ്പോൾ ശ്വാസകോശത്തിൽ നിന്ന് വായു പുറന്തള്ളുന്നുണ്ട് അല്ലേ? കറക്റ്റ് അല്ലേ? പുറന്തള്ളുമല്ലോ. ശരി. ഔരസാശയത്തിന്റെ വ്യാപ്തി വർദ്ധിക്കുന്നു. പുറത്തേക്ക് ഓക്സിജൻ അല്ലെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് കളയുമ്പോൾ വ്യാപ്തി കൂടുമോ? ഇല്ല, വോളിയം കുറയുകയാണ് ചെയ്യുന്നത്. സോ ഇത് തെറ്റാണ്. ഔരസാശയത്തിന്റെ വായുമർദ്ദം കൂടുന്നു എന്ന് പറയുന്നുണ്ട്. ഔരസാശയത്തിന്റെ വായുമർദ്ദം കുറയുന്നു എന്ന് പറയുന്നുണ്ട്. നിങ്ങൾ ആലോചിച്ചാൽ മതി, എന്തുകൊണ്ടാണ് പുറത്തുള്ള വാതകങ്ങൾ അല്ലെങ്കിൽ അകത്തുള്ള വാതകം പുറത്തേക്ക് വരുന്നത്? നമ്മൾ ഈ പറയുന്ന പുറത്തേക്ക് അല്ലെങ്കിൽ ഓക്സിജൻ അല്ലെങ്കിൽ ഈ പറയുന്ന വായു പുറത്തേക്ക് പോകുമ്പോൾ നമ്മുടെ വോളിയം കുറയും. ലങ്സിന്റെ വോളിയം കുറയും. വോളിയം കുറഞ്ഞു കഴിഞ്ഞാൽ പ്രഷർ കൂടും. വോളിയം പ്രഷറും നമ്മൾ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. അതാണ് നമ്മൾ ബോയ്സ് ലോയിൽ പഠിക്കുന്നത്. ബോയ്സ് ലോ. വോളിയം കുറഞ്ഞു കഴിഞ്ഞാൽ പ്രഷർ കൂടും ആണല്ലോ. അപ്പൊ ഇവിടെ നമ്മൾ പുറത്തേക്ക് ഓക്സിജൻ കളയുമ്പോൾ എൻ്റെ ലങ്സിന്റെ വോളിയം കുറയും. അത് ചുരുങ്ങുമല്ലേ ചെയ്യുന്നത്? ലങ്സിന്റെ വോളിയം കുറയും. വോളിയം കുറയുമ്പോൾ പ്രഷർ കൂടും. അപ്പോൾ വായുമർദ്ദം എന്താ ചെയ്യുന്നത്? ഔരസാശയത്തിലെ വായുമർദ്ദം എന്താ ചെയ്യുന്നത്? വോളിയം കുറയുമ്പോൾ കൂടുകയല്ലേ ചെയ്യുന്നത്? സോ 1 3 അല്ലേ ശരി? 1 3 ശരി. ഇത് ചെറിയൊരു മിസ്റ്റേക്ക് ആണ്. ഇതാണ് കറക്റ്റ് കേട്ടോ. ഓപ്ഷൻ സി 1 3 ശരി. അപ്പോൾ അത് വളരെ ക്ലിയർ ആയിട്ട് പഠിക്കുക കേട്ടോ. എന്താ ഈ ഒരു കൺസെപ്റ്റ് പഠിച്ചാൽ മതി. ഞാനൊരു കാര്യം ശ്രദ്ധിക്കുക. ഞാൻ ഉള്ളിലേക്ക് ഓക്സിജൻ എടുക്കുകയാണ്. ഓക്സിജൻ ഉള്ളിലേക്ക് എടുക്കുമ്പോൾ എൻ്റെ വോളിയം കൂടും. ലങ്സിന്റെ വോളിയം കൂടും. ലങ്സിന്റെ വോളിയം കൂടുമ്പോൾ വോളിയം കൂടിക്കഴിഞ്ഞാൽ പ്രഷർ കുറയും. അത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ് അല്ലേ? അപ്പോൾ ഉച്ഛ്വാസ സമയത്ത് വോളിയം കൂടും, പ്രഷർ കുറയും. നിശ്വാസ സമയത്ത് പുറന്തള്ളുന്നതാണ് നിശ്വാസ സമയത്ത് തന്നെ ലങ്സിന്റെ വോളിയം കുറയും. വോളിയം കുറയുമ്പോൾ പ്രഷർ എന്ത് ചെയ്യും? കൂടും. ഈ കൺസെപ്റ്റേ ഞാൻ പറഞ്ഞുള്ളൂ. ഈ കൂടുതലൊന്നും പറഞ്ഞില്ല. ഈ കൺസെപ്റ്റ് മാത്രം പഠിച്ചാൽ മതി. വോളിയം പ്രഷറും നമ്മൾ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷനാണ്. വോളിയം കൂടിയോ പ്രഷർ കുറയും. നേരെ തിരിച്ച് വോളിയം കുറഞ്ഞോ പ്രഷർ കൂടും. സെറ്റ് അല്ലേ? ഓക്കെ. അടുത്തത് കേരളത്തിലെ
പ്രമേഹ രോഗികളായിട്ടുള്ള BPL വിഭാഗത്തിലെ മുതിർന്ന പൗരന്മാർക്ക് സൗജന്യമായിട്ട് ഗ്ലൂക്കോമീറ്റർ നൽകുന്ന സാമൂഹിക ആരോഗ്യ പദ്ധതി ഏതാണ് എന്നുള്ളതാണ്. പഠിച്ചു വെച്ചോളുക. പദ്ധതികൾ നമുക്ക് വരുന്നതാണ് അല്ലേ. സൗജന്യമായിട്ടുള്ള BPL ആയിട്ടുള്ളവർക്ക് സൗജന്യമായിട്ട് ഗ്ലൂക്കോമീറ്റർ നൽകുന്ന പദ്ധതി ഏതാണ്? വയോമധുരം പദ്ധതിയാണ്. പഠിച്ചു വെച്ചോളുക. വയോമധുരം സൗജന്യമായിട്ട് ഗ്ലൂക്കോമീറ്റർ നൽകുന്ന പദ്ധതി. BPL വിഭാഗത്തിലുള്ള ആളുകൾക്ക് സൗജന്യമായിട്ട് ഗ്ലൂക്കോമീറ്റർ നൽകുന്ന പദ്ധതി. അടുത്ത നമുക്ക് നോക്കാം എന്താണ് രോഗങ്ങളും രോഗകാരികളുമായിട്ട് ബന്ധപ്പെട്ടൊരു ചോദ്യമാണ്. ചില രോഗങ്ങളെയും അവയുടെ രോഗകാരികളുമാണ് ചുവടെ ജോഡികളായിട്ട് നൽകിയിരിക്കുന്നത്. അവയിൽ നിന്നും ശരിയായ ജോഡി ഏതാണെന്ന് കണ്ടെത്തുക. എലിപ്പനി പരത്തുന്ന ലെപ്റ്റോസ്പൈറ നമ്മൾ പഠിച്ചതാണ്. എലിപ്പനി എന്ന് പറയുന്ന രോഗത്തിന് കാരണം ബാക്ടീരിയ ആണ്. ഏത് ബാക്ടീരിയ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലെപ്റ്റോസ്പൈറയാണ്. അതുകൊണ്ട് തന്നെ എലിപ്പനി ലെപ്റ്റോസ്പൈറോസിസ് എന്നറിയപ്പെടുന്നു. ഒന്നാമത്തെ കറക്റ്റാണ്. രണ്ടാമത്തെ മലേറിയ എന്ന് പറയുന്ന പ്ലാസ്മോഡിയം അല്ലേ. മലേറിയ കാരണം പ്ലാസ്മോഡിയം അല്ലേ. പ്രോട്ടോസോവ ആണ്. പ്ലാസ്മോഡിയം എന്ന് പറഞ്ഞ പ്രോട്ടോസോവയാണ് മലമ്പനി അല്ലെങ്കിൽ മലേറിയ. കറക്റ്റാണ്. അടുത്ത പ്ലേഗ് വൈറസ് ആണെന്ന് പറയുന്നുണ്ട്. ഡെങ്കിപ്പനിയും വൈറസ് ആണെന്ന് പറയുന്നുണ്ട്. ശരിയായ ജോഡിയാണ് തിരഞ്ഞെടുക്കേണ്ടത്. ഡെങ്കിപ്പനി വൈറസ് ആണെന്ന് നമുക്ക് കറക്റ്റ് അറിയാം അല്ലെ. ഡെങ്കിപ്പനി പരത്തുന്നത് എന്താണ്? വൈറസ് ആണ്. അപ്പൊ ഡെങ്കിപ്പനി പരത്തുന്ന വൈറസ് ആണെന്ന് നമുക്കറിയാം. അതും കറക്റ്റാണ്. പ്ലേഗ് വൈറസ് ആണോ? പ്ലേഗ് ബാക്ടീരിയകളാണ്. അപ്പൊ തെറ്റാണ്. അപ്പൊ ഇതിൽ ശരിയായത് ഏതാണെന്നുള്ള കണ്ടുപിടിക്കേണ്ടത് 1, 2, 4 എന്നിവ ശരി. 3 എന്ന് പറയുന്നത് എന്താണ്? തെറ്റാണ്. പഠിച്ചു വെച്ചോളുക. നല്ലൊരു ചോദ്യം. അടുത്ത ചോദ്യത്തിലേക്ക് വരാം. എന്താണ്? താഴെ തന്നിരിക്കുന്നവയിലെ ആന്റിബോഡി ഉൽപാദനവുമായിട്ട് ബന്ധപ്പെട്ട രക്തകോശം ഏതാണ്? ആന്റിബോഡി എന്ന് പറയുന്നത് നമ്മുടെ രോഗപ്രതിരോധവുമായിട്ട് ബന്ധപ്പെട്ടാണ്. ചുവന്ന രക്തകോശമാണോ? അല്ലെ. RBC എന്ന് പറയുന്നത് ഈ പറയുന്ന ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡും സംവഹനത്തിന് സഹായിക്കുന്നതാണ് RBC. അതിനുള്ള ഹീമോഗ്ലോബിൻ പ്രോട്ടീനൊക്കെയാണ് നമുക്കറിയാം. അതല്ല. പ്ലേറ്റ്ലെറ്റുകൾ രക്തം കട്ടപിടിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടാണ്. അതല്ല. ന്യൂട്രോഫിലോ ലിംഫോസൈറ്റോ? ന്യൂട്രോഫിൽ അല്ല. പിന്നെ ഏതാ? ലിംഫോസൈറ്റ് ആണ്. നമുക്കറിയാം ലിംഫോസൈറ്റുകളാണ് അല്ലെ എന്ത് നിർമ്മിക്കുന്നത്? ആന്റിബോഡികൾ നിർമ്മിക്കുന്നത്. നമ്മുടെ രോഗപ്രതിരോധത്തിന് സഹായിക്കുന്ന ആന്റിബോഡീസ് നിർമ്മിക്കുന്ന ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലിംഫോസൈറ്റുകൾ. എക്സാക്ട്ലി B ലിംഫോസൈറ്റുകളാണ് പ്രധാനമായിട്ടും എന്ത് നിർമ്മിക്കുന്നത്? ആന്റിബോഡികൾ നിർമ്മിക്കുന്നത്. നമ്മുടെ ശരീരത്തിലേക്ക് കടക്കുന്ന ഏതൊരു അന്യ വസ്തുവിനെയും ആന്റിജൻ എന്ന് വിളിക്കുന്നു. ഈ ആന്റിജനെ നശിപ്പിക്കാൻ വേണ്ടി നമ്മുടെ ശരീരത്തിലുള്ള B ലിംഫോസൈറ്റുകൾ ഉൽപ്പാദിപ്പിക്കുന്നവയാണ് എന്തെന്ന് പറയുന്നത്? ആന്റിബോഡീസ്. അപ്പൊ ആന്റിബോഡീസ് ഉൽപ്പാദിപ്പിക്കുന്ന ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലിംഫോസൈറ്റുകളാണ്. പഠിച്ചു വെച്ചോളുക. അടുത്ത ചോദ്യം എന്താണ്? വളരെ നല്ലൊരു ചോദ്യം. എന്താണ്? താഴെ നൽകിയിരിക്കുന്നവയിൽ നിന്നും ഓർഗൻ ഓഫ് കോർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. അപ്പോൾ പലതവണ ചോദിച്ചിട്ടുണ്ട് ഈ ഓർഗൻ ഓഫ് കോർട്ടി എന്തുമായിട്ട് ബന്ധപ്പെട്ടാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഓർഗൻ ഓഫ് കോർട്ടി നമ്മുടെ ചെവിയിലാണ് കാണപ്പെടുന്നത്. നമുക്ക് നോക്കാം. ശരീര തുലനാവസ്ഥ പാലിക്കാൻ കാരണമായിട്ടുള്ള നാഡി ആവേഗങ്ങളെ സൃഷ്ടിക്കുന്നു. അത് ഓർഗൻ ഓഫ് കോർട്ടി അല്ല, അത് വെസ്റ്റിബ്യൂളാണ്. പഠിച്ചു വെച്ചോളുക. അത് വെസ്റ്റിബ്യൂളാണ്. നമ്മുടെ ശരീര തുലനത പാലിക്കാൻ സഹായിക്കുന്നത് ചെവിയുടെ തന്നെ ഭാഗമായിട്ടുള്ള കോക്ലിയുടെ തന്നെ ഭാഗമായിട്ടുള്ള വെസ്റ്റിബ്യൂളാണ്. അത് തെറ്റാണ്. ബേസിലാർ സ്തരവും രോമകോശങ്ങളും ഉൾപ്പെട്ടതാണ്. കറക്റ്റാണ്. ഈ ഓർഗൻ ഓഫ് കോർട്ടി എന്ന് പറയുന്ന 2 കാര്യങ്ങൾ ചേർന്നതാണ്. അവിടെയുള്ള ബേസിലാർ സ്തരവും അതിനെ ചുറ്റിപ്പറ്റിയുള്ള രോമകോശങ്ങളും ചേർന്ന ഭാഗത്തെ ഒരുമിച്ച് വിളിക്കുന്ന പേരാണ് ഓർഗൻ ഓഫ് കോർട്ടി. അപ്പോൾ ഓർഗൻ ഓഫ് കോർട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിലാർ സ്തരവും രോമകോശങ്ങളും ഉൾപ്പെട്ടതാണ്. ശരിയായിട്ടുള്ള പോയിന്റാണ്. കറക്റ്റ് ആയിട്ടുള്ള പോയിന്റാണ്. ആന്തരകർണത്തിലെ വെസ്റ്റിബ്യൂളിൽ കാണപ്പെടുന്നു. അല്ല, വെസ്റ്റിബ്യൂളുമായിട്ട് ബന്ധപ്പെട്ട ഇതാണ് അല്ലെ തുലനാവസ്ഥ പാലിക്കുന്നത്. അപ്പൊ അതല്ല. എന്താണ്? കേൾവിക്ക് കാരണമായിട്ടുള്ള നാഡി ആവേഗങ്ങളെ സൃഷ്ടിക്കുന്നത്. ആ സൃഷ്ടിക്കുന്ന പ്രധാനമായിട്ടും ഈ രോമകോശങ്ങളാണ്. അത് കറക്റ്റാണ്. അപ്പോൾ 4 കറക്റ്റാണ്. ഇപ്പൊ പ്രസ്താവന 1ഉം 4ഉം ഓപ്ഷൻ. ഇപ്പൊ ആക്ച്വലി ഇത് B, ഇത് C അല്ലെ. ഇതാണ് കറക്റ്റ്. പ്രസ്താവന 1ഉം 4ഉമാണ് ശരി. ബേസിലാർ സ്തരവുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഈ ഓർഗൻ ഓഫ് കോർട്ടി എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ചെവിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഓർഗൻ ഓഫ് കോർട്ടി എന്ന് പറയുന്നത് എന്തൊക്കെ ചേർന്നതാണ്? ബേസിലാർ സ്തരവും രോമകോശങ്ങളും കൂടെ ചേർന്നതാണ്. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം എന്താണ്? 1972 അമേരിക്കയിൽ DDT നിരോധിക്കാൻ കാരണമായിട്ടുള്ള പുസ്തകം ഏതാണ്? അമേരിക്കയിൽ DDT നിരോധിക്കാൻ കാരണമായിട്ടുള്ള പുസ്തകം ഏതാണ്? നമ്മുടെ നിശബ്ദ വസന്തം അല്ലെങ്കിൽ സൈലന്റ് സ്പ്രിംഗ് എന്ന് പറയുന്ന ഒരു പുസ്തകമാണ് അല്ലെ. നിശബ്ദ വസന്തം അല്ലെങ്കിൽ സൈലന്റ് സ്പ്രിംഗ് എന്ന് പറയുന്ന പുസ്തകമാണ് 1972 എന്ത് അമേരിക്കയിൽ DDT നിരോധിക്കാൻ കാരണമായത് എന്ന് വ്യക്തമായിട്ട്
മനസ്സിലാക്കുക, വ്യക്തമായിട്ട് മനസ്സിലാക്കുക. ഓക്കെ, ചോദിച്ച ചോദ്യമാണ്. ഓക്കെ, അടുത്തത് താഴെ തന്നിരിക്കുന്നവയിൽ സങ്കര ഇനം പാവൽ ഏതാണ്? അപ്പൊ ഇത്തരത്തിൽ സങ്കര ഇനം പാവലുകൾ ചോദിക്കാറുണ്ട്. താഴെ തന്നിരിക്കുന്നതിൽ നമുക്ക് ആ സങ്കര ഇനത്തിന്റെ പേരുകൾ നമുക്ക് പഠിക്കാം. അപ്പൊ ഒന്ന് മനസ്സിലാക്കുക, സങ്കര ഇനം പാവൽ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രിയങ്ക. സോ പ്രിയങ്ക പാവൽ, രണ്ടിലും പായ ഉണ്ടല്ലോ, പ്രിയങ്ക പാവൽ അങ്ങനെ ഓർത്താൽ മതി. പാപ്പ, പ്രിയങ്ക പാവൽ, പ്രിയങ്ക പാവൽ, പ്രിയങ്ക പാവൽ അങ്ങനെ കണക്ട് ചെയ്താൽ മതി. നമുക്ക് അതിൻ്റെ ഒരു ഇതുണ്ട്, ലൈക്ക് ടെക്സ്റ്റ് ബുക്കിൽ പറയുന്ന ഇത് വളരെ ക്ലിയർ ആയിട്ട് നമ്മൾ പഠിക്കണം. സങ്കര ഇനങ്ങൾ പലപ്പോഴും LGS-ലാണെങ്കിലും 10th പ്രിലിംസിലാണെങ്കിലും നിരന്തരം ചോദിക്കുന്ന ചോദ്യമാണ്. പഠിച്ചോളുക. മുളക്, മുളക് ഉജ്ജ്വല ജ്വാലാമുഖി. നമുക്കറിയാം, നമുക്കൊരു പാട്ട് കേട്ടിട്ടുണ്ട്, നമ്മളെ കീർത്തി ചക്ര എന്ന് പറയുന്നൊരു മോഹൻലാലിൻ്റെ സിനിമയിൽ ഒരു പാട്ട് നമ്മൾ കേട്ടിട്ടുണ്ട്, ജ്വാലാമുഖി കത്തുന്നൊരു നെഞ്ചിൽ പടരാം അല്ലേ. അപ്പോൾ ആ പാട്ടിൽ ബാക്ക് സൈഡിൽ തീയും പുകയൊക്കെ, നിങ്ങൾ കാർട്ടൂണൊക്കെ നമ്മൾ കാണുന്നവരാണ്. ഇപ്പോൾ കാർട്ടൂണിൽ നമ്മൾ ഈ മുളകൊക്കെ കടിക്കുമ്പോൾ വായിക്കൂടെ തീ പറക്കും അല്ലേ, തീ പറക്കും. അപ്പോൾ ഈ ഉജ്ജ്വല ജ്വാല എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ മൈൻഡിലേക്ക് തീ വരണം. എന്ത് കഴിക്കുമ്പോഴാണ് തീ വരുന്നത്? ആ മുളക് അല്ലെങ്കിൽ എരിവ്. സോ മുളകിൻ്റെ സങ്കരീനമാണ് ഉജ്ജ്വല ജ്വാലാമുഖി. സെറ്റല്ലേ? മുളകിൻ്റെ സങ്കരീനമാണ് ഉജ്ജ്വല ജ്വാലാമുഖി. അതേപോലെ തന്നെ ഇനി നമുക്ക് നെല്ലിലേക്ക് വരാം. നമ്മൾ കഴിക്കുന്ന അന്നം എന്ന് പറയുന്ന നെല്ലാണ്. നമ്മൾ കഴിക്കുന്ന അന്നം നമ്മളെ സംബന്ധിച്ച് പവിത്രമാണ്. നമ്മൾ കഴിക്കുന്ന അന്നം നമ്മളെ സംബന്ധിച്ച് പവിത്രമാണ്. സോ അന്നപൂർണ പവിത്ര നെല്ലിൻ്റെ സങ്കരീനമാണ്. നമ്മൾ കഴിക്കുന്ന അന്നം എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് എന്താണ്? പവിത്രമാണ്. നമ്മൾ കഴിക്കുന്ന അന്നം നമ്മളെ സംബന്ധിച്ച് പവിത്രമാണ്. അന്നപൂർണ പവിത്ര നെല്ലിൻ്റെ സങ്കരീനമാണ്. അടുത്ത നോക്കിക്കൊള്ളുക, പയറ്. നമുക്കറിയാം, ജ്യോതിക സിനിമാ നടിയാണല്ലോ, വിജയുടെ ഭാര്യ, സൂര്യയുടെ ഭാര്യ, മാറിപ്പോയി. ഓക്കെ, സൂര്യയുടെ ഭാര്യയാണ് ജ്യോതിക. അപ്പോൾ ജ്യോതിക ഭാഗ്യലക്ഷ്മി എന്ന് പറഞ്ഞ ഡബ്ബിങ് ആർട്ടിസ്റ്റും ഉണ്ട്. അപ്പോൾ ജ്യോതികയുടെ പയർ എന്ന് പറയുന്ന സിനിമയിൽ ഭാഗ്യലക്ഷ്മി ഡബ്ബ് ചെയ്തു എന്ന് ഓർത്താൽ മതി. ജ്യോതികയുടെ പയർ എന്ന് പറയുന്ന സിനിമയിൽ ആരാ ഡബ്ബ് ചെയ്തത്? ഭാഗ്യലക്ഷ്മി ഡബ്ബ് ചെയ്തു. അതൊക്കെ അല്ലേ? ഇനി അടുത്ത തെങ്ങ് നോക്കിക്കൊള്ളുക. നമ്മൾ തെങ്ങ് പഠിക്കുമ്പോൾ നമ്മൾ തെങ്ങ് നോക്കുമ്പോൾ പ്രധാനമായിട്ടും ആകാശത്തിൽ നോക്കാം. ആകാശത്തിൽ കാണുമ്പോൾ പ്രധാനമായിട്ടും ഇവിടെ ചന്ദ്രനെ കാണാൻ പറ്റും. അപ്പോൾ ചന്ദ്രനെ ഓർത്താൽ മതി. ചന്ദ്രലക്ഷ ചന്ദ്രശങ്കര തെങ്ങിൻ്റെ സങ്കരീനം. തെങ്ങിൻ്റെ സങ്കരീനം ചന്ദ്രലക്ഷ ചന്ദ്രശങ്കര. അടുത്ത വെണ്ട. വെണ്ട അതായത് സൽകീർത്തി ഉണ്ട്. സൽകീർത്തി എന്ന് പറഞ്ഞാൽ ആ നാട്ടിൽ സൽപ്പേരുള്ള ഒരു പെണ്ണാണ്. കിരൺ ഒരു പ്രപ്പോസലുമായിട്ട് സൽകീർത്തിയുടെ അടുത്ത് വരുന്നു. അപ്പോൾ സൽകീർത്തി പറയുന്നു വേണ്ട. അപ്പോൾ വെണ്ടയുടെ സങ്കരീനം കിരൺ സൽകീർത്തി. കിരൺ പ്രപ്പോസലായിട്ട് വരുന്നു, സൽകീർത്തി വേണ്ട എന്ന് പറയുന്നു. വേണ്ട. ഓക്കെ അല്ലേ? ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. ഓക്കെ, അങ്ങനെ പഠിച്ചു വെച്ചാൽ നമ്മുടെ മൈൻഡിൽ ഇരിക്കത്തുള്ളൂ. അപ്പം നമ്മൾ കഴിക്കുന്ന അന്നം നമ്മളെ സംബന്ധിച്ച് പവിത്രമാണ്. അന്നപൂർണ്ണ പവിത്ര നെല്ലാണ്. തെങ്ങെന്ന് പറയുമ്പോൾ ചന്ദ്രൻ നോക്കണം, ചന്ദ്രലക്ഷ ചന്ദ്രശങ്കര. പയറെന്ന് പറയുമ്പോൾ ജ്യോതികയുടെ സിനിമയാണ്, ഡബ് ചെയ്ത് ഡബ്ബിങ് ആർട്ടിസ്റ്റ് ആയിട്ടുള്ള ഭാഗ്യലക്ഷ്മി. ഇതൊക്കെ ഓർത്തിരിക്കാൻ വേണ്ടി പറയുന്ന കാര്യങ്ങളാണ്. ജ്യോതികയുടെ പയറെന്ന് പറയുന്ന സിനിമയില്ല, അങ്ങനെ ഒരു സിനിമയിൽ ഭാഗ്യലക്ഷ്മി ഡബ്ബും ചെയ്തിട്ടില്ല. ഓക്കെ, ഇനി മുളകെന്ന് പറയുമ്പോൾ ഉജ്ജ്വല ജ്വാലാമുഖി എന്ന് ഓർക്കുക. വെണ്ട എന്ന് പറയുമ്പോൾ കിരൺ വരുന്നു, കീർത്തി വേണ്ട എന്ന് പറയുന്നു. വെണ്ട. സെറ്റല്ലേ? ഓക്കെ, വന്ന POK ഇതാണ്. താഴെ തന്നിരിക്കുന്നതിൽ സങ്കര ഇനം നെല്ലിനങ്ങൾ ഏതാ? നെല്ല് നമ്മളെ സംബന്ധിച്ച് പവിത്രമാണ്. പവിത്ര അന്നപൂർണ്ണ. സെറ്റല്ലേ? ഇങ്ങനെ പഠിച്ചു വെക്കുക. ഇങ്ങനെ പഠിച്ചു വെച്ചാലേ നമ്മുടെ മൈൻഡിൽ ഇരിക്കത്തുള്ളൂ അല്ലേ? ഇങ്ങനെ പഠിച്ചു വെച്ചാലേ നമ്മുടെ മൈൻഡിൽ ഇരിക്കത്തുള്ളൂ. അടുത്തത് ശാസ്ത്രീയമായിട്ടുള്ള തേനീച്ച വളർത്തുന്ന രീതി. ശാസ്ത്രീയമായിട്ടുള്ള തേനീച്ച വളർത്തുന്ന രീതി ഏതാണ്? ക്യൂണിക്കൾച്ചർ. ഇങ്ങനെ ഓർത്താൽ വെള്ളമുയലൊക്കെ ഭയങ്കര ക്യൂട്ടാണ്. അപ്പം മുയൽ വളർത്തലിനെയാണ് ക്യൂണിക്കൾച്ചർ എന്ന് പറയുന്നത്. ക്യൂണിക്കൾച്ചറും മുയൽ. ക്യൂണിക്കൾച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മുയലാണ്. ശാസ്ത്രീയമായിട്ടുള്ള മുയൽ വളർത്തൽ. പിസിക്കൾച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ മത്സ്യകൃഷിയാണ്. പിസിക്കൾച്ചർ ശാസ്ത്രീയമായിട്ടുള്ള മത്സ്യകൃഷി. സെറികൾച്ചർ, പട്ടുനൂൽ പുഴുവാണ് സെറികൾച്ചർ അല്ലേ? പുഴു നമ്മുടെ കയ്യിൽ ഇരുന്ന് നമുക്ക് ചൊറിച്ചിൽ വരും. സെറിയുമായിട്ട് കണക്ട് ചെയ്യുക. പട്ടുനൂൽ പുഴു സെറികൾച്ചർ. എപ്പിക്കൾച്ചർ ആണ് എന്തെന്ന് പറയുന്നത്? ശാസ്ത്രീയമായിട്ടുള്ള തേനീച്ച വളർത്തൽ. ശാസ്ത്രീയമായിട്ടുള്ള തേനീച്ച വളർത്തൽ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എപ്പിക്കൾച്ചർ. ഓക്കെ ആണല്ലോ? അടുത്തത് സൈലന്റ് വാലി ദേശീയ ഉദ്യാനത്തിൽ സംരക്ഷിക്കുന്ന വംശനാശ ഭീഷണി നേരിടുന്ന ജീവി ഏതാണ്? ചോദിക്കാറുള്ളതാണ്. അതും ഈ വരയാടുകളും ചോദിക്കാറുണ്ട്. വരയാടുകൾ ഇരവികുളമാണെന്ന് നമുക്കറിയാം അല്ലെ? വരയാടുകൾ എന്ന് പറയുന്നത് ഇരവികുളമാണെന്ന് നമുക്കറിയാം അല്ലെ? വരയാടുകൾ ഇരവികുളമാണ്. പക്ഷെ നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത് സൈലന്റ് വാലിയാണ്. സൈലന്റ് വാലിയിൽ സിംഹവാലൻ കുരങ്ങുകളാണ്.
വരയാടുകൾ ഇരവികുളമാണ്. അത് രണ്ടും നോട്ട് ചെയ്ത് പഠിച്ചോളുക. അത് രണ്ടുമാണ് പലപ്പോഴും മാറിയും തിരിച്ചുമൊക്കെ ചോദിക്കുന്നത്. അടുത്തൊരു ചോദ്യം, മനുഷ്യനിൽ ആഹാര വസ്തുക്കൾ കടിച്ച് കീറാൻ സഹായിക്കുന്ന പല്ലുകൾ. നമ്മൾ പല്ലുകൾ ഏറ്റവും ആദ്യം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഏറ്റവും ആദ്യം നമ്മൾ പല്ലുകൾ ഫസ്റ്റ് സെക്ഷനിൽ നമ്മൾ പല്ലുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ എണ്ണമൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 2-1 2-3 എന്ന് പറയുന്ന ഒരു ഫോർമുല വെച്ച് എണ്ണം കണ്ടുപിടിക്കുന്ന രീതി. ഇവിടെ നമുക്കറിയാം ഉളിപ്പല്ല് എന്ന് പറയുന്ന ഏറ്റവും മുൻനിരയിലുള്ള പല്ലാണ്. അത് ആഹാര വസ്തുക്കളെ കടിച്ചെടുക്കാൻ സഹായിക്കുന്നു. ആഹാര വസ്തുക്കളെ കടിച്ചെടുക്കാൻ സഹായിക്കുന്നത് ഉളിപ്പല്ലുകളാണ്. കോമ്പല്ലുകളെ ആഹാര വസ്തുക്കളെ കടിച്ച് കീറാൻ സഹായിക്കുന്നത് കോമ്പല്ലുകളാണ്. ആഹാര വസ്തുക്കൾ കടിച്ച് കീറാൻ സഹായിക്കുന്ന കോമ്പല്ലുകളാണ്. ചർവണകവും അഗ്രചർവണകവും എന്തിനു സഹായിക്കുന്നു? ചവച്ചരയ്ക്കാൻ സഹായിക്കുന്നു. ചവച്ചരയ്ക്കാൻ സഹായിക്കുന്നത് ചർവണകവും അഗ്രചർവണകവുമാണ്. ആഹാര വസ്തുക്കളെ ചവച്ചരയ്ക്കാൻ സഹായിക്കുന്നത് ചർവണകവും അഗ്രചർവണകവും. കടിച്ചെടുക്കാൻ സഹായിക്കുന്നത് ഉളിപ്പല്ല്. കടിച്ച് കീറാൻ സഹായിക്കുന്നത് കോമ്പല്ലുകൾ. അതേപോലെ ചവച്ചരയ്ക്കാനാണ് അഗ്രചർവണകവും ചർവണകവും സഹായിക്കുന്നത്. വളരെ ക്ലിയർ ആയിട്ട് പഠിക്കുക. അതേപോലെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കട്ടിയേറിയ പദാർത്ഥം എന്ന് പറയുന്നത് പല്ലിൽ കാണപ്പെടുന്ന ഇനാമലാണ് അല്ലേ? ഇനാമലാണ്. ഓക്കെ, അതും കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളുക. അതും പലപ്പോഴും ചോദിക്കാറുണ്ട്. ഓക്കെ, അടുത്തത് പ്രോട്ടീനുകളുമായിട്ട് ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതാണ്? അല്ലെ, നമ്മുടെ പോഷകഘടകമായിട്ടുള്ള പ്രോട്ടീനുകൾ. ശാരീരിക പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഊർജം നൽകുക എന്നതാണ് പ്രോട്ടീൻ്റെ ധർമ്മം. ഊർജം നൽകുന്നത് പ്രധാനമായിട്ടും കാർബോഹൈഡ്രേറ്റുകളും ഈ പറയുന്ന കൊഴുപ്പുകളുമാണ്. കാർബോഹൈഡ്രേറ്റുകളും കൊഴുപ്പുമാണ് നമുക്ക് ഊർജം നൽകുന്നത്. അപ്പം ഒന്നാമത്തത് നമുക്ക് ഒഴിവാക്കാം, പ്രോട്ടീനുമായിട്ട് ബന്ധപ്പെട്ടല്ല. ശരീര നിർമ്മിതിക്ക് ആവശ്യം അല്ലെ, നമ്മൾ പറയാറുണ്ട് ബോഡി ബിൽഡേഴ്സ് അല്ലെങ്കിൽ ശരീര നിർമ്മിതിക്ക് സഹായിക്കുന്നത് പ്രോട്ടീനുകളാണ് അല്ലെ. ബോഡി ബിൽഡേഴ്സ് എന്നറിയപ്പെടുന്നത് പ്രോട്ടീനുകളാണ്. ശരീര നിർമ്മിതിക്ക് ആവശ്യം എന്ന് പറയുന്ന പ്രോട്ടീനുകളാണ്. രണ്ട് കറക്റ്റാണ്. അടുത്തത്, ധാന്യങ്ങളിൽ പ്രോട്ടീൻ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. ധാന്യങ്ങൾ പ്രധാനമായിട്ടും കാർബോഹൈഡ്രേറ്റുകളാണ്. പ്രോട്ടീൻ എന്ന് പറയുന്നത് പയർ വർഗ്ഗങ്ങളിലൊക്കെയാണ് അല്ലെ. പയർ വർഗ്ഗങ്ങളിലാണ് പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ളത്. തെറ്റാണ്. പ്രോട്ടീൻ കുറയുന്നത് വളർച്ച കുറയുന്നതിന് കാരണമാകുന്നുണ്ട്. പ്രോട്ടീനും വളർച്ചയുമായിട്ട് ബന്ധമുണ്ട്. സംഭവം നമുക്ക് എന്ത് പറയാം? 4ഉം ശരിയാണെന്ന് പറയാം. ശരിയായിട്ടുള്ളത് 1ഉം 4ഉമാണ്. ആക്ച്വലി ഇവിടെ ഓപ്ഷൻസ് ഇട്ടതിൽ എന്തോ മിസ്റ്റേക്ക് ഉണ്ട്. ആക്ച്വലി 1ഉം 4ഉമാണ് കറക്റ്റ് എന്ന് പറയുന്നത്. ഇവിടെ 4 ആയിരുന്നു വരേണ്ടത്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് കേട്ടോ. ഓപ്ഷനിൽ ഇവിടെ ടൈപ്പിംഗ് എന്തോ എറർ വന്നിട്ടുണ്ട് കേട്ടോ. പ്രോട്ടീനുമായിട്ട് പഠിച്ചോളൂ. പ്രോട്ടീൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം മരാസ്മസ്, കാഷ്യോക്കർ പലപ്പോഴും ചോദിക്കാറുണ്ട്. പ്രോട്ടീൻ്റെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗം എന്ന് പറയുന്നത് അത് മരാസ്മസും കാഷ്യോക്കറുമാണ്. അത് നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അടുത്തത്, ശാരീരികവും മാനസികവുമായിട്ടുള്ള ആരോഗ്യങ്ങളെക്കുറിച്ച് മാർഗനിർദ്ദേശം നൽകുന്ന മുഴുവൻ സമയം പ്രവർത്തിക്കുന്ന ടെലി ഹെൽത്ത് ഹെൽപ്പ് ലൈൻ. ചോദ്യം എന്താണ്? ശാരീരികവും മാനസികവുമായിട്ടുള്ള ആരോഗ്യത്തെക്കുറിച്ചും മാർഗനിർദ്ദേശം നൽകുന്ന മുഴുവൻ സമയം പ്രവർത്തിക്കുന്ന ടെലി ഹെൽത്ത് ഹെൽപ്പ് ലൈൻ ഏതാണ് എന്നുള്ളതാണ്. പഠിച്ചു വെച്ചോളുക. ദിശ. ഏതാണ്? ദിശ. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് പഠിച്ചോണം. പലപ്പോഴും റിപ്പീറ്റഡ് ആയിട്ടുള്ള ഈ പറയുന്ന പദ്ധതികളോ അല്ലെങ്കിൽ കൺസെപ്റ്റുകളൊക്കെയാണ് ഇങ്ങനെ ചോദിക്കുന്നത്. സോ ക്ലിയർ ആയിട്ട് പഠിച്ചോളുക എന്താണ് ദിശ എന്നുള്ളത്. അടുത്ത നോക്കാം. താഴെ പറയുന്നവയിൽ ഇലകൾക്ക് ചുവപ്പ് നിറം നൽകുന്ന വർണ്ണകം. കരോട്ടിൻ, ക്ലോറോഫില്, ആന്തോസയോണിൻ, അതേപോലെ തന്നെ സാന്തോഫിൽ. കരോട്ടിൻ നിങ്ങൾ ക്യാരറ്റ് ഓർത്താൽ മതി. കരോട്ടിൻ, ക്യാരറ്റ്, ഓറഞ്ച്. ക്യാരറ്റിൻ്റെ നിറം എന്താണ്? ഓറഞ്ച്. സോ കരോട്ടിൻ, ക്യാരറ്റ്, ഓറഞ്ച് നിറം നൽകുന്നതാണ് കരോട്ടിൻ. അപ്പോൾ അത് തെറ്റാണ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ചുവപ്പല്ലേ, അപ്പോൾ കരോട്ടിൻ അല്ല. കരോട്ടിൻ, ക്യാരറ്റ്, ഓറഞ്ച് എന്ന് ഓർത്താൽ മതി. കരോട്ടിൻ, ക്യാരറ്റ്, ഓറഞ്ച് അങ്ങനെ ഓർത്താൽ മതി. കരോട്ടിൻ, ക്യാരറ്റ്, ഓറഞ്ച്. ക്ലോറോഫിൽ നിങ്ങൾ കൊച്ചു ക്ലാസ് മുതലേ പഠിക്കുന്നതാണ്. ഇലകൾക്ക് പച്ച നിറം നൽകുന്ന പ്രധാന വർണ്ണകമാണ് ക്ലോറോഫിൽസ്. അപ്പം അതല്ല, പച്ച നിറമാണ്. കരോട്ടിൻ ഓറഞ്ച് ആണ്, ഓറഞ്ച് അല്ലേ. ക്ലോറോഫിൽ ഗ്രീൻ ആണ്, ഗ്രീൻ. അടുത്തത് ആന്തോസയാനിനും സാന്തോഫിലും. സാന്തോഫിൽ എന്ന് പറയുന്നത് എന്താണ്? യെല്ലോ ആണ്, യെല്ലോ അല്ലെ. മഞ്ഞ നിറം നൽകുന്നതാണ് സാന്തോഫിൽ. അപ്പോൾ ഈ പറയുന്ന ചുവപ്പ് അതേപോലെ പർപ്പിൾ നിറങ്ങൾ നൽകുന്ന ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആന്തോസയാനിൻ. പഠിച്ചു വെച്ചോളുക. ആന്തോസയാനിൻ. ഓർക്കുക എന്താ? കരോട്ടിൻ ഓറഞ്ച് നിറം നൽകുന്നു, ക്ലോറോഫിൽ ഗ്രീൻ നിറം നൽകുന്നു, ആന്തോസയാനിൻ ചുവപ്പ് പർപ്പിൾ നിറങ്ങൾ നൽകുന്നു,
സാന്തോഫിൽ യെല്ലോ നിറം അല്ലെങ്കിൽ മഞ്ഞ നിറം നൽകുന്നു. ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യം, എണ്ണ മലിനീകരണം തടയാൻ കഴിവുള്ള സൂപ്പർ ബഗുകൾ അല്ലെ സൂപ്പർ ബഗുകൾ എന്ന ജനിതക മാറ്റം വരുത്ത ബാക്ടീരിയയെ വികസിപ്പിച്ച ഇന്ത്യൻ വംശജനായിട്ടുള്ള ശാസ്ത്രജ്ഞൻ ആരാണ്? പഠിച്ചു വെച്ചോളൂ, അത് പലപ്പോഴും വരാറുണ്ട്. ആരാണ്? നമ്മുടെ ആനന്ദ് മോഹൻ ചക്രവർത്തിയാണ് കേട്ടോ. ഈ സൂപ്പർ ബഗുകൾ ഓയിൽ ഈറ്റിംഗ് ബാക്ടീരിയാസ് എന്നൊക്കെയാണ് അറിയപ്പെടുന്നത്, സൂക്ഷ്മജീവികൾ. ഈ എണ്ണ മലിനീകരണം തടയാനായിട്ട് വേണ്ടി വികസിപ്പിച്ചത് ആനന്ദ് മോഹൻ ചക്രവർത്തി. അടുത്ത ചോദ്യം എന്താണ്? മണ്ണില്ലാതെ കൃഷി ചെയ്യുന്ന കൃഷിരീതി ഏതാണ്? പ്രധാനമായിട്ടും മണ്ണില്ലാതെയുള്ള 2 കൃഷി രീതികളാണ്. അതൊന്ന് ഹൈഡ്രോപോണിക്സും 2 എയറോപോണിക്സുമാണ്. ഹൈഡ്രോപോണിക്സിൽ ഈ സസ്യങ്ങളുടെ വേരുകൾ ഒരു ന്യൂട്രിയൻ്റ് സൊല്യൂഷനിലേക്ക് വളരുന്നു. എന്നിട്ട് ആ ന്യൂട്രിയൻ്റ് സൊല്യൂഷനിൽ മണ്ണില്ലാതെ ആ സൊല്യൂഷനിലാണ് സസ്യങ്ങൾ വളരുന്നത്. ആ ഒരു രീതിയെ വിളിക്കുന്ന പേരാണ് ഹൈഡ്രോപോണിക്സ്. എന്നാൽ എയറോപോണിക്സ് എന്ന് പറയുമ്പോൾ വേരുകൾ നേരെ എയറിലേക്ക് വളരും. എന്നിട്ട് ന്യൂട്രിയൻസ് ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കും. അതിനെയാണ് നമ്മൾ എയറോപോണിക്സ് എന്ന് പറയുന്നത്. സോ ഹൈഡ്രോപോണിക്സും ഹൈഡ്രോപോണിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ആ ഹൈഡ്രോപോണിക്സും എയറോപോണിക്സും മണ്ണില്ലാതെ ചെയ്യുന്ന കൃഷിരീതിയാണ്. ഹൈഡ്രോപോണിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വേര് വളരുന്നത് ന്യൂട്രിയൻ്റ് സൊല്യൂഷൻ അല്ലെങ്കിൽ പോഷക ലായനികളിലാണ്. എയറോപോണിക്സിൽ എയറിലേക്ക് വളരുന്നു, ന്യൂട്രിയൻ സൊല്യൂഷനുകൾ നമ്മൾ എന്ത് ചെയ്യുന്നു? സ്പ്രേ ചെയ്ത് കൊടുക്കും. അതാണ്. അപ്പം മണ്ണില്ലാതെ കൃഷി ചെയ്യുന്ന രീതിയാണ് ഹൈഡ്രോപോണിക്സ്. ഫ്ലോറികൾച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ പൂക്കൃഷി. സെറികൾച്ചർ ഏതാ? നമ്മൾ പഠിച്ചു സെറികൾച്ചർ ഏതാണ്? നമ്മുടെ ഈ പറയുന്ന പട്ടുനൂൽ പുഴുവാണ് എന്തെന്ന് പറയുന്നത് സെറികൾച്ചർ എന്ന് പറയുന്നത്. പിസികൾച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ മത്സ്യകൃഷിയാണ്. ഓക്കെ, അതൊക്കെ നമ്മൾ പഠിച്ചതാണ്, വീണ്ടും ഞാനത് റിപ്പീറ്റ് ചെയ്യുന്നില്ല. അടുത്ത ചോദ്യം, കുട്ടികളിൽ ഒളിഞ്ഞിരിക്കുന്ന കുഷ്ഠരോഗ ലക്ഷണങ്ങൾ കണ്ടെത്താൻ കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയുടെ പേര്. ഇപ്പോൾ കുഷ്ഠരോഗ ലക്ഷണം കണ്ടെത്താനായിട്ട് കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ്? ഈ പറയുന്ന ബാലമിത്രയാണ് ആൻസർ. ഏതാണ്? ബാലമിത്ര. പഠിച്ചോളുക. പദ്ധതികൾ ഇമ്പോർട്ടൻ്റ് ആണ്, പലപ്പോഴും ചോദിച്ച പദ്ധതികൾ തന്നെയാണ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നത്. ഇതെല്ലാം PYQs ആണ്. 2021 മുതൽ 25 വരെ ചോദിച്ച PYQs തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് പദ്ധതികൾ നിങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് പഠിച്ചോണം. ഓക്കെ, അത് പഠിച്ചോണം. എന്താ ബാലമിത്ര? ഈ പറയുന്ന കുഷ്ഠരോഗ ലക്ഷണങ്ങൾ, കുട്ടികളിൽ കുഷ്ഠരോഗ ലക്ഷണങ്ങൾ കണ്ടെത്താനായിട്ടുള്ള ആരുടെ സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് എന്ത്? ബാലമിത്ര. എന്താണ്? ബാലമിത്ര. ഓക്കെ ആണല്ലോ? ശരി. അടുത്ത ചോദ്യം എന്താണ്? കുടിവെള്ളത്തിലൂടെ പകരുന്ന രോഗം ഏതാണ്? വട്ടച്ചൊറിയാണോ? വട്ടച്ചൊറി എന്ന് പറയുന്നത് ഫംഗസുകൾ പരത്തുന്ന രോഗമാണ്. അത് ഡയറക്റ്റ് കോണ്ടാക്റ്റിലൂടെ അല്ലെ, സ്പർശനത്തിലൂടെയും മറ്റും പകരുന്ന രോഗമാണ്. ഡയറക്റ്റ് കോണ്ടാക്റ്റിലൂടെ പകരുന്ന രോഗമാണ്. ടൈഫോയിഡ് അല്ലെ, വെള്ളത്തിലൂടെ പകരുന്ന രോഗമാണ്, കുടിവെള്ളത്തിലൂടെ പകരുന്ന രോഗമാണ് ടൈഫോയിഡ്. എയ്ഡ്സ് എന്ന് പറയുമ്പോൾ പല രീതിയിലുള്ള, ഇപ്പൊ ഈ കഴിഞ്ഞൊരിടയ്ക്ക് എയ്ഡ്സ് ചോദിച്ചതാണ്. ലൈംഗിക ബന്ധത്തിലൂടെ അമ്മയിൽ നിന്ന് ഭ്രൂണത്തിലേക്ക്, കുട്ടികളിലേക്ക് സിറിഞ്ച്, സൂചി എന്നിവ പങ്കുവെക്കുന്നതിലൂടെ, അതേപോലെ തന്നെ എന്താണ് അവയവദാനം, രക്തദാനം എന്നിവയിലൂടെയാണ് പ്രധാനമായിട്ടും എയ്ഡ്സ് പകരുന്നത്. 5ാം പനിയും അല്ല. ഇവിടെ ചോദിച്ചിരിക്കുന്ന കുടിവെള്ളത്തിലൂടെ പകരുന്ന രോഗമാണ്, അത് ടൈഫോയിഡ് ആണ്. ടൈഫോയിഡ് സാൽമോണല്ല ടൈഫി. ഏത് ബാക്ടീരിയ ആണ്? സാൽമോണല്ല ടൈഫി എന്ന് പറയുന്ന ബാക്ടീരിയ പരത്തുന്ന പ്രധാനപ്പെട്ട രോഗമാണ് ടൈഫോയിഡ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ വൈഡാൾ ടെസ്റ്റ് എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും ടൈഫോയിഡുമായിട്ട് ബന്ധപ്പെട്ടാണ്. അതും പലപ്പോഴും ചോദിക്കാറുണ്ട് അല്ലെ. എയ്ഡ്സുമായിട്ട് ബന്ധപ്പെട്ട എലിസ. വൈഡാൾ ടെസ്റ്റ് എന്ന് പറയുന്നത് ടൈഫോയിഡുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഓക്കെ, ശരി. അടുത്തൊരു ചോദ്യം, മണ്ണ് പരിശോധനയിൽ ഹൈഡ്രജൻ പെറോക്സൈഡ് ഉപയോഗിക്കുന്നത് മണ്ണിന്റെ ഏത് ഗുണം പരിശോധിക്കാനായിട്ടാണ്? അപ്പൊ മണ്ണ് പരിശോധനയിൽ നമ്മൾ ഹൈഡ്രജൻ പെറോക്സൈഡ് ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? മണ്ണിന്റെ pH പരിശോധനയ്ക്കാണോ? അല്ല. മണ്ണിന്റെ ജലവാഹന ശേഷി അറിയുന്നതിനാണോ? അതുമല്ല. രാസവളങ്ങളുടെ ഘടന മനസ്സിലാക്കുന്നതിനാണോ? അല്ല. പിന്നെ എന്തിനാണ്? ജൈവാംശം പരിശോധിക്കുന്നതിന്. ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാറുണ്ട്. ഹൈഡ്രജൻ പെറോക്സൈഡ് മണ്ണ് പരിശോധനയ്ക്ക് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ജൈവാംശം പരിശോധിക്കാനാണ്. മണ്ണിലുള്ള ജൈവാംശം പരിശോധിക്കാനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ഹൈഡ്രജൻ പെറോക്സൈഡ് യൂസ് ചെയ്യുന്നത്. സോ ഓപ്ഷൻ
ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, ഓപ്ഷൻ ഡി ആണ്. ഒറ്റപ്പെട്ടത് കണ്ടെത്തുക. DPT എന്ന് പറഞ്ഞ വാക്സിൻ ആണ്. ഡിഫ്തീരിയ, പെർട്ടൂറിസിസ്, ടെറ്റനസ്. സോ ഡിഫ്തീരിയ, പെർട്ടൂറിസിസ്, ടെറ്റനസിന് വേണ്ടി ഉപയോഗിക്കുന്ന വാക്സിൻ ആണ് DPT എന്ന് പറയുന്നത്. അടുത്ത ഡോഗ്സ് എന്ന് പറയുന്നത് അല്ലെ ക്ഷയരോഗത്തിനുള്ള ഒരു ചികിത്സാ രീതിയാണ്. ക്ഷയരോഗത്തിന് ഉപയോഗിക്കുന്ന വാക്സിനും എന്താണ്? BCG ആണ്. BCG, ബാസിലസ് കാൽമറ്റ് ഗ്വാറിൻ. എന്താണ്? ബാസിലസ് കാൽമറ്റ് ഗ്വാറിൻ എന്ന് പറയുന്ന വാക്സിൻ ആണ് ക്ഷയരോഗത്തിന് വേണ്ടി കുത്തിവെക്കുന്ന വാക്സിൻ. ഡോട്ട്സ് എന്ന് പറയുന്നത് ക്ഷയരോഗത്തിനുള്ള ചികിത്സയാണ്. അപ്പൊ അതും ശരിയാണ്. പിന്നീട് AB ബ്ലഡ് ഗ്രൂപ്പ് സാർദിക ദാതാവാണ്. AB ബ്ലഡ് ഗ്രൂപ്പ് സാർദിക സ്വീകർത്താവ് എന്നറിയപ്പെടുന്നത്. ആരിൽ നിന്ന് വേണമെങ്കിലും രക്തം സ്വീകരിക്കാം. അതുകൊണ്ട് AB വിളിക്കുന്ന പേര് സാർദിക സ്വീകർത്താവ് എന്നാണ്. സാർദിക ദാതാവ്, ആർക്ക് വേണമെങ്കിലും രക്തം കൊടുക്കാൻ സാധിക്കുന്നത് O ബ്ലഡ് ഗ്രൂപ്പാണ്. അതുകൊണ്ട് തന്നെ O ബ്ലഡ് ഗ്രൂപ്പുകാരാണ് നമ്മൾ സാർദിക ദാതാവ് എന്ന് വിളിക്കുന്നത്. ഈ പറയുന്ന ഓപ്ഷൻ തെറ്റല്ലേ? അഡ്രിനാലിൻ എന്ന് പറയുന്ന ഹോർമോണ് അത് കറക്റ്റ് അല്ല. അഡ്രിനാലിൻ എന്ന് പറയുന്ന ഹോർമോണാണ്, ശരിയാണ് അല്ലേ? ഇപ്പം ഇവിടെ ഒറ്റപ്പെട്ടതാണ്. ഓപ്ഷൻ സി ആണ് എന്ത്? ഒറ്റപ്പെട്ടത്. കണ്ടോ, കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ചോദിച്ച ചോദ്യമാണ്. നല്ലൊരു ചോദ്യമായിരുന്നു. അടുത്തത്, മുറിവിൽ നിന്നും അധിക രക്തസ്രാവം ഉണ്ടായാൽ ഏത് പോഷണത്തിന്റെ കുറവ് മൂലമാണ്? രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന ഹോർമോൺ ഏതാ? ഹോർമോൺ അല്ല, വിറ്റാമിൻ. കട്ട പിടിക്കാൻ കെ നമ്മൾ പഠിച്ചാണ്. വിറ്റാമിൻ കട്ട പിടിക്കാൻ കട്ട പിടിക്കുന്നില്ലെങ്കിൽ കെയുടെ കുറവ് മൂലമാണ്. വിറ്റാമിൻ എയുടെ കുറവ് മൂലം എന്തുണ്ടാവുന്നുണ്ട്? നിശാന്തത, രാത്രിയിൽ കാഴ്ചയില്ലാത്ത അവസ്ഥ, നിശാന്തത വിറ്റാമിൻ എയുടെ കുറവ് മൂലം ഉണ്ടാകും. വിറ്റാമിൻ ഇയുടെ കുറവ് മൂലം വന്ധ്യത ഉണ്ടാവുന്നുണ്ട്. വന്ധ്യത വിറ്റാമിൻ ഇയുടെ കുറവ് മൂലം. വിറ്റാമിൻ ബിയുടെ കുറവ്, കുറെ ഉണ്ടെങ്കിലും B1 കുറവ് മൂലം എന്തുണ്ടാവുന്നുണ്ട്? ബെറി എന്ന് പറയുന്ന വിറ്റാമിൻ B1 കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ്. ഓക്കെ, പഠിച്ചു വെച്ചോളുക. നല്ലൊരു ചോദ്യമാണ്. വിറ്റാമിൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലോ, ചോദ്യം വരും. ശരി, അടുത്തത് NaCO ഏത് രോഗവുമായിട്ട് ബന്ധപ്പെട്ട സംഘടനയാണ്? പഠിച്ചു വെച്ചോളുക. അത് എയ്ഡ്സുമായിട്ട് ബന്ധപ്പെട്ടാണ് കേട്ടോ. എയ്ഡ്സുമായിട്ട് ബന്ധപ്പെട്ട സംഘടനയാണ് NaCO എന്ന് പറയുന്നത്. ചോദിച്ചിട്ടുണ്ട്. എയ്ഡ്സുമായിട്ട് ബന്ധപ്പെട്ട് പല ചോദ്യങ്ങളും വന്നിട്ടുണ്ട് അല്ലേ? എയ്ഡ്സ് പ്രധാനമായിട്ടും ബാധിക്കുന്നത് ലിംഫോസൈറ്റുകളെയാണ്. രോഗപ്രതിരോധ ശേഷി ഇല്ലാതാക്കുന്ന അവസ്ഥയാണ്. എങ്ങനെയൊക്കെയാണോ എയ്ഡ്സ് ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് പകരുന്നത്, അതൊക്കെ നമ്മൾ പറഞ്ഞു അല്ലേ? ലൈംഗിക ബന്ധത്തിലൂടെ, അതേപോലെ തന്നെ അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്ക്, മദർ ടു ഫീറ്റസ്, ഭ്രൂണത്തിലേക്ക്, അതേപോലെ തന്നെ സിറിഞ്ച് സൂചി പങ്കുവയ്ക്കുന്നതിലൂടെ, അതേപോലെ തന്നെ എന്താ പറഞ്ഞത്, നമ്മുടെ ഈ പറഞ്ഞ ഓർഗൻ ട്രാൻസ്പ്ലാന്റ്, ബ്ലഡ് ട്രാൻസ്ഫർ തുടങ്ങിയവയിലൂടെയാണ് എയ്ഡ്സ് ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് പകരുന്നത്. എയ്ഡ്സ് ഇമ്പോർട്ടൻ്റ് ആണ്, പലപ്പോഴും ചോദ്യം വരാറുണ്ട്. ഏറ്റവും റീസെൻ്റ്ലി നടന്ന എക്സാമുകൾക്ക് ഉൾപ്പെടെ എയ്ഡ്സിൽ നിന്ന് ചോദ്യം വന്നതാണ്. അടുത്ത നോക്കിക്കൊള്ളുക. ഈ പറയുന്ന ഹൃദയ അറകളാണ്. മത്സ്യത്തിന് എത്ര അറകളുണ്ട്? മത്സ്യത്തിന് 2 അറകളാണുള്ളത് അല്ലെ? 2 അറകളാണ് മത്സ്യത്തിനുള്ളത്. പക്ഷിക്ക് ഈ പറയുന്ന 4 അറകൾ. പല്ലിക്ക് 3 അറകളാണുള്ളത്. പാറ്റയ്ക്ക് 13 പാർശ്വഹൃദയങ്ങളാണ്. ആൻസർ ഏതാ വരുന്നത്? D2 വരുന്ന ഓപ്ഷൻസ്. D2 വരുന്ന ഒറ്റ ഓപ്ഷൻ, ഓപ്ഷൻ സി വരുന്നത് അല്ലേ? ഇതല്ല ആൻസർ. A3 വരുന്നത് കറക്റ്റ് അല്ലേ? ഓപ്ഷൻ സി ആണ് കറക്റ്റ്. കണ്ടോ, ഈ ഹൃദയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട നല്ലൊരു ചോദ്യമായിരുന്നേ. 2024 മറ്റോ ചോദിച്ച ചോദ്യമാണ്. അതങ്ങോട്ട് ഞാൻ എടുക്കാൻ പറ്റില്ല. ഈ ഗ്ലോക്കോമ എന്ന് പറയുന്നത് ശരീരത്തിന്റെ ഏത് അവയവത്തെയാണ് ബാധിക്കുന്നത്? നമുക്കറിയാം, കണ്ണിനെ ബാധിക്കുന്ന രോഗമാണ്. കണ്ണിലെ അക്വസ് ദ്രവം ഉണ്ട്, അക്വസ് ദ്രവം. അപ്പൊ കണ്ണിലെ അക്വസ് ദ്രവത്തിന്റെ പുനരാഗീരണം തടസ്സപ്പെടുന്നത് മൂലം ഈ പറയുന്ന കോർണിയ, റെറ്റിനയ്ക്കൊക്കെ ഉണ്ടാകുന്ന ഡാമേജ്, ആ ഒരു അവസ്ഥയാണ് നമ്മൾ ഗ്ലോക്കോമ എന്ന് പറയുന്നത്. സോ ഗ്ലോക്കോമ എന്ന് പറയുന്ന രോഗം പ്രധാനമായിട്ടും ബാധിക്കുന്നത് കണ്ണിനെ ബാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രോഗമാണ് ഗ്ലോക്കോമ എന്ന് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുക. അടുത്ത നോക്കിക്കൊള്ളുക. ഈ ഒരു ചോദ്യം നമ്മൾ നേരത്തെ പറഞ്ഞപ്പോൾ ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടായിരുന്നേ. കാർബൺ ഡയോക്സൈഡ് ആഗോളതാപനത്തിന് കാരണമാകും. ശരിയായതാണ് തിരഞ്ഞെടുക്കുന്നത്. ശരിയാണ്, കാർബൺ ഡയോക്സൈഡ് ആഗോളതാപനത്തിന് കാരണമാകുന്നുണ്ട്. കാർബൺ ഡയോക്സൈഡ് രക്തത്തിലെ ഹീമോഗ്ലോബിനുമായിട്ട് കൂടിച്ചേർന്ന് കാർബോക്സി ഹീമോഗ്ലോബിൻ ഉണ്ടാവും. പഠിച്ചോളുക. ഈ കാർബൺ ഡയോക്സൈഡും ഓക്സിജനുമായിട്ട് ചേർന്ന് ഓക്സി ഹീമോഗ്ലോബിൻ ഉണ്ടാവും. എന്താണ്? ഓക്സി ഹീമോഗ്ലോബിൻ. ഇനി കാർബൺ ഡയോക്സൈഡും ഹീമോഗ്ലോബിനുമായിട്ട് ചേർന്ന് എന്താണ്? കാർബമിനോ ഹീമോഗ്ലോബിൻ. ഇനി കാർബൺ ഡയോക്സൈഡും അതേപോലെ കാർബൺ മോണോക്സൈഡും ഹീമോഗ്ലോബിനുമായിട്ട് ചേർന്നാണ് എന്തുണ്ടാവുന്നത്?
ഈ പറയുന്ന കാർബോക്സി ഹീമോഗ്ലോബിൻ ഉണ്ടാവുന്നത്. ഒന്നുകൂടെ പറഞ്ഞുതരാം. ആദ്യം കാർബൺ ഡയോക്സൈഡും അതേപോലെ തന്നെ ഹീമോഗ്ലോബിനുമായിട്ട് ചേർന്ന് ഉണ്ടാകുന്നത് കാർബമിനോ ഹീമോഗ്ലോബിനാണ്. എന്നാൽ കാർബൺ മോണോക്സൈഡും ഹീമോഗ്ലോബിനുമായിട്ട് ചേർന്നാണ് എന്ത് കാർബോക്സി ഹീമോഗ്ലോബിൻ ഉണ്ടാവുന്നത്. ഇവിടെ പറയുന്നത് കാർബോക്സി ഹീമോഗ്ലോബിൻ എന്നാണ്. കാർബൺ ഡയോക്സൈഡുമായിട്ട് ചേർന്ന് ഉണ്ടാകുന്നത് കാർബമിനോ ഹീമോഗ്ലോബിൻ ആണ്. ഈ ഒരു ഓപ്ഷൻ തെറ്റാണ്. അപ്പൊ അതുകൊണ്ട് 1ഉം 3ഉമാണ് ശരി, 1ഉം 3ഉമാണ് ശരി. ആ ഒരു ഓപ്ഷൻ 1ഉം 3ഉമാണ് ശരി. അപ്പൊ ആദ്യത്തെ പാർട്ടിൽ ഞാനിത് പറഞ്ഞപ്പോൾ ഒരു ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു, അതാണ് ഇവിടെ തിരുത്തിയത്. ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. കാർബൺ ഡയോക്സൈഡും ഹീമോഗ്ലോബിനുമായിട്ട് ചേർന്ന് കാർബമിനോ ഹീമോഗ്ലോബിനാണ്. കാർബൺ മോണോക്സൈഡും ഹീമോഗ്ലോബിനുമായിട്ട് ചേർന്നാണ് കാർബോക്സി ഹീമോഗ്ലോബിൻ. സോ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. കാരണം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൈന്യൂട്ട് ആയിട്ടുള്ള പോയിന്റ് ആണ്. എന്ത് ചെയ്യണം, വളരെ കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. ശരി, കേരളത്തിലെ അവിവാഹിതരായവർക്ക് വേണ്ടി കേരള സർക്കാർ കൊണ്ടുവന്ന പദ്ധതി അല്ലെ, അവരുടെ മാതാപിതാക്കളെ സഹായിക്കുന്നതിന് വേണ്ടി കേരള സർക്കാർ കൊണ്ടുവന്ന പദ്ധതിയാണ് സ്നേഹസ്പർശം. എന്താ സ്നേഹസ്പർശം? പദ്ധതികളൊക്കെ PYQs ആണ്, ചോദിച്ച PYQs ആണ്. വളരെ ക്ലിയർ ആയിട്ട് എന്ത് ചെയ്യുക, പഠിക്കുക. ഓക്കെ, അടുത്ത നോക്കിക്കോളൂ. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്ന പ്രവർത്തനമാണ് ഫാഗോസൈറ്റോസിസ്. അത് നടത്തുന്ന മനുഷ്യ ശരീരത്തിലെ ശ്വേത രക്താണുക്കൾ ഏതാണെന്നുള്ളതാണ്. അപ്പൊ 5 തരത്തിലുള്ള WBCs ഉണ്ട്. ന്യൂട്രോഫില്, ബേസോഫില്, ഇസ്നോഫില്, മോണോസൈറ്റ്, ലിംഫോസൈറ്റ്. അതിൽ ന്യൂട്രോഫില്ലും മോണോസൈറ്റും ആരൊക്കെയാണ്? എന്നും എമ്മും. ന്യൂട്രോഫില്ലും മോണോസൈറ്റും രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്നു. ആ രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്ന പ്രവർത്തനമാണ് ഫാഗോസൈറ്റോസിസ് കാണിക്കുന്ന ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ന്യൂട്രോഫിലും മോണോസൈറ്റുമാണ്. ഇമ്പോർട്ടൻ്റ് ആണ്, പല എക്സാമുകൾക്കും ചോദിക്കുന്നതാണ്. ആൻസർ ഏതാണ്? മോണോസൈറ്റും ന്യൂട്രോഫിലും. ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, അത് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. അടുത്ത നോക്കിയുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായത് ഏതാണെന്ന് കണ്ടെത്തുക. മനുഷ്യ ശരീരത്തിൽ പദാർത്ഥ സംവഹനം നടത്തുന്നത് രക്തപര്യന വ്യവസ്ഥയാണ് അല്ലേ. പദാർത്ഥങ്ങൾ ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തിലേക്ക് സംവഹനം ചെയ്യാൻ സഹായിക്കുന്ന രക്തമാണ്. കറക്റ്റാണ്. രക്തപര്യന വ്യവസ്ഥയിലെ പ്രധാന ഭാഗമാണ് ഹൃദയവും രക്തക്കുഴലും അല്ലെ. ഹൃദയമാണ് ഏറ്റവും പ്രധാനം, അതേപോലെ രക്തക്കുഴലും ഏറ്റവും പ്രധാനപ്പെട്ടാണ്. കറക്റ്റാണ്, ശരിയാണ്. മനുഷ്യ ശരീരത്തിലെ വിവിധ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്നത് നാഡീവ്യവസ്ഥയാണ്. അതും ശരിയാണ് അല്ലേ. ഈ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്നത് നാഡീവ്യവസ്ഥകളാണ്. ശരിയാണ്. നാഡീവ്യവസ്ഥയുടെ പ്രധാന ഭാഗമാണ് വൃക്കകൾ. ആണോ? വൃക്കകൾ എന്ന് പറയുമ്പോൾ വിസർജന വ്യവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പം അത് തെറ്റാണ് അല്ലേ. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ശരിയായതാണ്. 1, 2, 3 എന്നിവയാണ് ശരിയായിട്ടുള്ളത്. 1, 2, 3 എന്നിവയാണ് ശരിയായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ബയോളജിയുടെയും ഫിസിക്സിൻ്റെയും കുറച്ച് PYQs ആണ് നമ്മൾ ഈ ഒരു സെക്ഷനിൽ ഡിസ്കസ് ചെയ്തത്. ഇതിൻ്റെ അടുത്ത പാർട്ട് വേണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതേപോലെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തേണ്ടതാണ്. അതേപോലെ തന്നെ നമ്മുടെ LGS അറിയാലോ, നമ്മുടെ കമ്പനി ബോർഡ് LGS എന്ത് ചെയ്യുകയാണ്, വരാനിരിക്കുകയാണ്. വളരെ നമ്മുടെ ഏറ്റവും അടുത്ത് തന്നെ എത്തി. ചുരുങ്ങിയ സമയം കൊണ്ട് PYQs ബേസ് ചെയ്ത് കമ്പനി ബോർഡ് LGSന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് നമ്മുടെ ഏറ്റവും പുതിയ ബാച്ച്. കമ്പനി ബോർഡ് LGSന് ഏറ്റവും പുതിയ ബാച്ച്. ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ നിങ്ങളിലേക്ക് തരുന്നുള്ളൂ അല്ലേ. കൂടുതൽ കണ്ടന്റുകൾ കുത്തി നിറയ്ക്കുന്നില്ല. സിലബസ് ബേസ് ചെയ്ത് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം നിങ്ങളിലേക്ക് എത്തിക്കുന്നു. സോ ക്ലാസ്സിനെ കുറിച്ച് കൂടുതൽ അറിയാനും ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യാനുമായിട്ട് എന്ത് ചെയ്യുക, നമ്മുടെ ബോർഡ് നമ്പറിൽ 8590202323 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ക്ലാസ് തീർച്ചയായിട്ടും നിങ്ങൾ ഈ ക്ലാസ് കംപ്ലീറ്റ് ആയിട്ട് കണ്ടു എന്ന് വിചാരിക്കുന്നു. ഓക്കെ, കണ്ട കാര്യങ്ങൾ നിങ്ങൾ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്ത് കാണാനായിട്ട് ശ്രമിക്കുക. ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്നതാണ്. നിങ്ങളുടെ ബാക്കി സുഹൃത്തുക്കൾക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ക്ലാസ് അയച്ചു കൊടുക്കുക. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, മറ്റൊരു വീഡിയോ വേണമെങ്കിൽ നമുക്ക് വീണ്ടും കാണാം. കാണുന്നത് വരേക്കും താങ്ക് യു സോ മച്ച്.